മഹത്വമുണ്ടാകട്ടെ. ലോകത്തിന്റെ വിവിധ ഭാഗങ്ങളിൽ ഇരുന്ന് ഞങ്ങളെ ശ്രദ്ധിക്കുന്ന ഞങ്ങളുടെ എല്ലാ സഹോദരിമാർക്കും വേഗം വരുന്ന കർത്താവായ യേശു ക്രിസ്തുവിന്റെ നാമത്തിൽ ഞങ്ങളുടെ സ്നേഹവന്ദനം അറിയിച്ചു കൊള്ളുന്നു. സമയം ഇത്രയും ഉണ്ടെങ്കിലും എൽസി അമ്മയെ സംബന്ധിച്ച് സമയം ഞങ്ങൾക്ക് കുറവാണ്. അതുകൊണ്ട് വളരെ പെട്ടെന്ന് ഞാനൊരു ഇൻട്രൊഡക്ഷൻ തരാനായിട്ട് ആഗ്രഹിക്കുന്നു. അതിനോടുള്ള ബന്ധത്തിൽ ആവർത്തന പുസ്തകം 6-ാം അധ്യായം അതിന്റെ 6-7 ഞാൻ വായിക്കാം. ഇന്ന് ഞാൻ നിന്നോട് കൽപ്പിക്കുന്ന ഈ വചനങ്ങൾ നിന്റെ ഹൃദയത്തിൽ ഇരിക്കണം. നീ അവയെ നിന്റെ മക്കൾക്ക് ഉപദേശിച്ചു കൊടുക്കുകയും നീ വീട്ടിലിരിക്കുമ്പോഴും വഴി നടക്കുമ്പോഴും കിടക്കുമ്പോഴും എഴുന്നേൽക്കുമ്പോഴും അവയെക്കുറിച്ച് സംസാരിക്കുകയും വേണം. ഇവിടെ ഒരു ഉത്തരവാദിത്തമാണ് നമ്മൾ രണ്ടു കൂട്ടരെ കുറിച്ച് പറഞ്ഞിരിക്കുന്നത്. ഒന്ന്, മക്കളോട് ഉപദേശിക്കണം. അത് ചെയ്യേണ്ടത് മുതിർന്നവരാണ്. അപ്പൊ രണ്ടുപേർക്കും ഉത്തരവാദിത്തങ്ങളുണ്ട്. ഒന്ന് പറയണം, മറ്റത് കേട്ട് അത് കേൾക്കുന്നത് നെഞ്ചിലേറ്റുകയും വേണം. കഴിഞ്ഞുപോയ വ്യക്തികള് അല്ലെങ്കിൽ കഴിഞ്ഞുപോയ സംഭവങ്ങളാണ് ചരിത്രം എന്ന് പറയുന്നത്. ചരിത്രം എന്നാൽ എന്തെന്ന് ചോദിച്ചാൽ അതാണ് ഏറ്റവും ചെറിയ ഒരു നിർവചനം കൊടുക്കാനുള്ളത്. സഹസ്രാബ്ദങ്ങളും നൂറ്റാണ്ടുകളും പതിറ്റാണ്ടുകളും പിന്നിടുമ്പോൾ അതാത് കാലഘട്ടങ്ങളിൽ അതാതിടങ്ങളില് സംസ്കാരങ്ങളും ജീവിത ശൈലികളും സാമൂഹ്യവും രാഷ്ട്രീയവും മതപരമായിട്ടുള്ള പഠനങ്ങളും ഉണ്ട്. മനുഷ്യരാശിയെ കുറിച്ചുള്ള പഠനങ്ങൾ നമ്മൾക്ക് കിട്ടുന്നത് ചരിത്രത്തിൽ നിന്നാണ്. ഇനി കഴിഞ്ഞുപോയ കാര്യങ്ങളാണ് ചരിത്രം എന്ന് പറഞ്ഞല്ലോ. ഇങ്ങനെയുള്ള വ്യക്തികളെ കുറിച്ച് അല്ലെങ്കിൽ സംഭവങ്ങളെ കുറിച്ചുള്ള അറിവുകൾ നമ്മളുടെ ഓർമ്മകളിൽ നിന്നും അല്ലെങ്കിൽ കണ്ടെത്തലുകള്, കളക്ഷൻസ് അല്ലെങ്കിൽ ഇന്റർപ്രിറ്റേഷൻസ്, വ്യാഖ്യാനങ്ങളിലൂടെ ഓരോരുത്തരിൽ നിന്നും കൈമാറി വന്നാണ് നമുക്ക് ലഭിച്ചിരിക്കുന്നത്. ചരിത്ര പഠനമാണ് നമ്മൾക്ക് പാസ്റ്റിനെ കുറിച്ചുള്ള ഒരു അറിവ് തരുന്നത്. ഇന്ന് വിശ്വാസികളായിരിക്കുന്ന നമ്മൾ ഈ നൂറ്റാണ്ടിൽ വന്ന് നിൽക്കുമ്പോൾ നമ്മളുടെ വീണ്ടെടുപ്പുകാരനായ കർത്താവിനെ കുറിച്ചുള്ള അറിവ് അത് നമുക്ക് കിട്ടേണ്ട ചരിത്രം, അവന്റെ കഥയാണ് ചരിത്രം എന്ന് പറയുന്നത്. പാപിയായ മനുഷ്യനെ അവന്റെ പാപത്തിൽ നിന്നും വിടുവിക്കേണ്ടതിന് സ്വർഗം വിട്ട് ഭൂമിയിലേക്ക് ഒരു മനുഷ്യനായി അവതരിച്ച് ഈ ഭൂമിയിൽ ഒരു മനുഷ്യനെ പോലെ ജീവിച്ച് വീണ്ടെടുപ്പിനായി കാൽവരി ക്രൂശിൽ മരിച്ച് അടക്കപ്പെട്ട് 3-ാം നാൾ ഉയർത്തെഴുന്നേറ്റ യേശു ക്രിസ്തു, അവനാണ് ചരിത്രത്തെ BC എന്നും AD എന്നും രണ്ടായി വിഭാഗിച്ചത്. ഇനി കർത്താവിനെ അറിയാത്ത ആൾക്കാര് അല്ലെങ്കിൽ കർത്താവിൽ വിശ്വസിക്കാത്ത ഒരുവനാണെങ്കിൽ പോലും 2021 ഫെബ്രുവരി 18 എന്ന് പറയുമ്പോൾ ആ വ്യക്തി അറിയാതെ പോലും അംഗീകരിക്കുന്ന ഒരു കാര്യമുണ്ട്. അതായത് മനുഷ്യന്റെ പാപത്തിന് പരിഹാരമായി ഈ ഭൂമിയിൽ വന്ന യേശുക്രിസ്തു വന്നിട്ട് 2021 വർഷങ്ങളും 1 മാസവും 18 ദിവസവും ആയെന്ന് അദ്ദേഹം അംഗീകരിക്കുകയാണ്. ഇതിനെതിരെ ആർക്ക് പറയാൻ പറ്റും? നമ്മുടെ കർത്താവിന് സകല മഹത്വം. എന്നാൽ അവരൊക്കെ അറിയാതെ ഈ കാര്യം അംഗീകരിക്കുമ്പോൾ നമ്മൾ ദൈവമക്കളെ സംബന്ധിച്ച് ഈ കർത്താവിനെ നമ്മുടെ രക്ഷിതാവും കർത്താവുമായി, അതായത് എൻ്റെ പാപത്തിന് പരിഹാരമായിട്ടാണ് യേശു ക്രിസ്തു ഈ ഭൂമിയിൽ വന്നതെന്നും വീണ്ടെടുപ്പ് നടത്തിയതെന്നും കാൽവരിയിൽ മരിച്ചു അടക്കപ്പെട്ടു ഉയർത്തെഴുന്നേറ്റു എന്നുള്ള കാര്യം നമുക്ക് ഹൃദയത്തിൽ അംഗീകരിക്കുവാനും സ്വീകരിക്കുവാനും സമയാസമയങ്ങളില് കൃപ ലഭിച്ചു. അതുകൊണ്ട് നമ്മൾ ദൈവമക്കൾ എന്ന പദവിയിലേക്ക് എത്തി നിൽക്കുന്നവരാണ്. ആമേൻ. കർത്താവിന് മഹത്വം. എന്നെ കേൾക്കുന്ന, ഞങ്ങളെ കേൾക്കുന്ന ആരെങ്കിലും
ഈ ഒരു പദവിയിലേക്ക് വന്നിട്ടില്ല എങ്കിൽ നിങ്ങളായിരിക്കുന്ന ഇടങ്ങളിൽ നിന്ന് കർത്താവിനോട് ഒരു കാര്യം സമ്മതിക്കുക. കർത്താവേ, ഞാനൊരു പാപിയാണ്, പക്ഷേ എന്റെ പാപത്തിന് പരിഹാരമായിട്ട് അവിടുന്ന് കാൽവരിയിൽ മരിച്ചു, അടക്കപ്പെട്ടു, ഉയർത്തെഴുന്നേറ്റു. അതുകൊണ്ട് ഞാൻ അങ്ങേ എന്റെ രക്ഷിതാവും കർത്താവുമായ എന്റെ ഹൃദയത്തിലേക്ക് സ്വീകരിക്കുന്നു എന്ന് പറഞ്ഞ് ഈ കർത്താവിന്റെ മക്കളായി തീരുവാൻ ഇടയാകട്ടെ എന്ന് ഞങ്ങൾ ഹൃദയംഗമായി ആഗ്രഹിക്കുകയും പ്രാർത്ഥിക്കുകയും ചെയ്യുന്നു. ഈ പ്രത്യേക മീറ്റിങ്ങില് ഈ ചരിത്രത്തെ കുറിച്ചൊക്കെ എന്തിനാണ് ഒരു പഠനം എന്ന് നിങ്ങൾ പലരും ചിന്തിച്ചു പോകുന്നുണ്ടാകാം. ഓക്കെ, പറയാം. ചരിത്രം എന്ന് പറയുന്നത് വ്യക്തികളിൽ നിന്ന് അല്ലെങ്കിൽ സംഭവങ്ങളിൽ നിന്നും ഇൻഫർമേഷൻസ് കൈമാറി നമ്മുടെ ഇടയിൽ നമുക്ക് ലഭിച്ചിട്ടുള്ളതാണ്. എന്നാൽ യോഹന്നാൻ എഴുതിയ 1-ാം ലേഖനം 1-ാം അധ്യായം 1-ാം വാക്യം ഇങ്ങനെ പറയുന്നു: ആദ്യം മുതലുള്ളതും ഞങ്ങൾ കേട്ടതും സ്വന്തം കണ്ണുകണ്ട് കണ്ടതും ഞങ്ങൾ നോക്കിയതും ഞങ്ങളുടെ കൈ തൊട്ടതുമായ ജീവന്റെ വചനം സംബന്ധിച്ച്. ഇവിടെ യോഹന്നാന് പറയുന്നത് ചരിത്രം പഠിച്ചിട്ട് പറയുന്നതല്ല, അല്ലെങ്കിൽ മൂന്നാമതൊരാൾ പറഞ്ഞു കേട്ടിട്ട് പറയുന്നതല്ല. നേരിട്ട് ആ മാറിൽ ചാഞ്ഞു കിടന്നുകൊണ്ട് ആ നാവിൽ നിന്ന് സ്വന്തം ചെവിയിൽ കേട്ട കാര്യങ്ങളാണ് ഇവിടെ പറയുന്നത്. അതിന്റെ അനുഭവം ഒന്ന് വേറെയാട്ടോ. കൈമാറി വരുമ്പോൾ വരാൻ സാധ്യതയുണ്ടാകുന്ന മൈനസ് അല്ലെങ്കിൽ ഏതെങ്കിലും കുറവുകൾ ഒന്നും കൂടാതെ പറയുന്നയാള് എന്താണോ അർത്ഥമാക്കിയിരിക്കുന്നത് അത് അതേപടി കേൾക്കുക, അതായത് ദൃക്സാക്ഷിയാകുക എന്നുള്ളത്. ഒരു കോടതിയിലാണെങ്കിൽ പോലും ദൃക്സാക്ഷി കഴിഞ്ഞിട്ടേ മറ്റു സാക്ഷികൾക്ക് ഇമ്പോർട്ടൻസ് ഉള്ളൂ. അതുകൊണ്ട് ഈ യോഹന്നാൻ പറയുന്നത് ഞങ്ങൾ കണ്ടതും ഞങ്ങൾ കേട്ടതും ഞങ്ങൾ തൊട്ടതുമായിട്ടുള്ള കാര്യം എന്നാണ് പറയുന്നത്. ജെറമ്യാ പ്രവചനം 6-ാം അധ്യായം അതിന്റെ 16-ാം വാക്യത്തിൽ ഇങ്ങനെ വായിക്കുന്നു: നിങ്ങൾ വഴികളിൽ ചെന്ന് നല്ല വഴി ഏതെന്ന് പഴയ പാതകളെ നോക്കി ചോദിച്ച് അതിൽ നടപ്പിൻ, എന്നാൽ നിങ്ങളുടെ മനസ്സിന് വിശ്രാമം ലഭിക്കും. വഴികൾ ഒരുപാടുണ്ട് കേട്ടോ, വിശാലമായ വഴികളുണ്ട്, ഒരുപാട് പേര് നടന്നു പോകുന്ന വഴികളുണ്ട്, നടപ്പാതകളുണ്ട്, വളരെ ദുർഘടം പിടിച്ച വഴികളുണ്ട്, വഴികൾ പലതുണ്ട്. പക്ഷേ അതിൽ നല്ല വഴി ഏതെന്ന് തിരഞ്ഞെടുക്കേണ്ട ഉത്തരവാദിത്തം എനിക്കും നിങ്ങൾക്കുമുണ്ട്. അത് മനസ്സിലാക്കണമെങ്കിൽ ആ നല്ല വഴിയിലൂടെ പോയ മുതിർന്നവരുണ്ട്, പ്രായമുള്ളവരുണ്ട്, പഴയ ആൾക്കാരുണ്ട്. അവരുടെ വഴികളിൽ ഒന്ന് ചെന്ന് അവരോട് ചോദിച്ച് ഒന്ന് പഠിക്കണം നല്ല വഴി ഏതാണെന്ന്. അങ്ങനെയാണെങ്കിൽ നമ്മുടെ മനസ്സുകൾക്ക്, ഹൃദയങ്ങൾക്ക് ആശ്വാസം ലഭിക്കും. നമ്മുടെ വിശ്വാസഗോളത്തില് അനേക ശ്രേഷ്ഠ ദാസീദാസന്മാർ അവരുടെ അനുഭവ സമ്പത്തും ജീവിത സാക്ഷ്യവും തങ്ങളുടെ ഇളം തലമുറയ്ക്കായിട്ട് അവർ മാതൃക വെച്ച് പോയിട്ടുണ്ട്. അവരിൽ നിന്നുള്ള പഠനം എന്ന് പറയുന്നത് അത് നമ്മൾക്ക് നമ്മളെ ബൂസ്റ്റപ്പ് ചെയ്യുന്ന ഒരു കാര്യമാണ്. എന്നാൽ യോഹന്നാൻ താൻ നേരിട്ട് കണ്ടതുപോലെ, നേരിട്ട് കേട്ടതുപോലെ നമുക്കും നമ്മുടെ മുതിർന്നവരിൽ നിന്ന് അവര് ചരിത്രമായി തീരാൻ നോക്കി നിൽക്കാതെ തന്നെ, അതാൽ അവര് ചരിത്രമായി മാറും മുമ്പേ അവരിൽ നിന്ന് നേരിട്ട് അവര് നടന്ന വഴികളിൽ നിന്ന് അവരെ ദൈവം നടത്തിയ അനുഭവങ്ങളെ അല്ലെങ്കിൽ പിന്നിട്ട ജീവിത വഴികളെ കേൾക്കുവാൻ ഒരവസരം ഉണ്ടായാലോ, അത് നമ്മുടെ ഇളം തലമുറകൾക്ക് മറ്റേതൊരു പഠിപ്പിക്കലിനേക്കാളും പ്രായോഗിക ക്രിസ്തീയ ജീവിതത്തിൽ പ്രയോജനമാകും എന്ന കാഴ്ചപ്പാടോടുകൂടി ആത്മമിത്രം സിസ്റ്റേഴ്സ് ഇന്ന് ക്രിസ്തീയ ഗോളത്തിലെ, പ്രത്യേകിച്ച് നമ്മളുടെ ഇടയിലെ ആദരണീയയും ബഹുമാന്യയുമായ ഒരു ജ്യേഷ്ഠ സഹോദരിയുമായി ഒരു മുഖാമുഖമാണ് കർത്താവിന് സകല മഹത്വവും സകല ബഹുമാനവും സകല പ്രശംസയും കൊടുത്തുകൊണ്ട് ഇന്ന് ക്രമീകരിച്ചിരിക്കുന്നത്. ലോകമെമ്പാടും ഇരുന്ന് ഞങ്ങളെ ശ്രദ്ധിക്കുന്ന സഹോദരിമാർ പ്രാർത്ഥനാപൂർവം ആദ്യോടന്തം ഇതിൽ സംബന്ധിക്കണമെന്നും ഞങ്ങളുടെ ഹൃദയത്തിന്റെ ആഗ്രഹമാണ്. ഒരു ചെറിയ ആഗ്രഹം കൂടി അതിനോട് കൂട്ടിച്ചേർക്കട്ടെ. ആകാവുന്നത്ര ആൾക്കാർക്ക്
വേറെ ഇഷ്യൂസ് ഒന്നും ഇല്ല എങ്കിൽ ആകാവുന്നത്ര എല്ലാവരും വീഡിയോസ് ഓൺ ചെയ്യുകയാണെങ്കിൽ ഞങ്ങൾക്ക് നിങ്ങളുടെ ചിരിക്കുന്ന മുഖം കണ്ടുകൊണ്ട്, സന്തോഷമുള്ള മുഖം കണ്ടുകൊണ്ട് ഈ പ്രോഗ്രാം ചെയ്യുന്നതിൽ ഞങ്ങൾ അതീവ സന്തുഷ്ടരാണ് എന്നുള്ള കാര്യം ഓർമ്മിപ്പിക്കുന്നു. ഞാൻ പറഞ്ഞല്ലോ, നമ്മളുടെ ഉത്തരവാദിത്തമാണ് കർത്താവിന്റെ പാതയിൽ പോയ ആൾക്കാരുടെ അടുക്കൽ ചെന്ന് ചോദിച്ച് പഠിക്കുക എന്നുള്ളത്, പഴയ വഴികളിൽ. ഇന്നത്തെ തലമുറയെ സംബന്ധിച്ച് പഴയ തലമുറയുടെ വഴികളെ കുറിച്ച് ചോദിച്ച് പഠിക്കാൻ പോയിട്ട് പഴയ ആൾക്കാരോട്, മുതിർന്നവരോടൊന്ന് സംസാരിക്കാൻ പോലും മെനക്കെടാത്ത വൈഷമ്യമുള്ള തലമുറയാണ്. എന്നാൽ അതെല്ലാം മാറി ഇന്ന് ഒരു പുനരാരംഭം ഇവിടെ കുറിക്കാം എന്ന് ഞങ്ങൾ ആഗ്രഹിക്കുന്നു. ആവർത്തന പുസ്തകം 6-ാം അധ്യായം നിങ്ങൾ സമയം കിട്ടുന്നത് പോലെ വായിക്കുക. എന്തുകൊണ്ടാണ് അത് പറഞ്ഞിരിക്കുന്നത് എന്നുള്ളത് അവിടെ ആ അധ്യായത്തിൽ വ്യക്തമായിട്ട് പറയുന്നു. ഞാൻ രക്ഷയിലേക്ക് വന്നത്, വിശ്വാസത്തിലേക്ക് വന്നത് 1994. ഇപ്പം ജിൻസിമോള് പറഞ്ഞപ്പോൾ ഞാൻ ഓർക്കുകയായിരുന്നു, ഞാൻ അത് തന്നെ നിങ്ങളോട് ഷെയർ ചെയ്യാനിരിക്കുകയായിരുന്നു. അന്നൊക്കെ സുവിശേഷത്തിൽ അല്ലെങ്കിൽ സുവിശേഷകൻ അല്ലെങ്കിൽ ആത്മമിത്രം അങ്ങനെയുള്ള മാധ്യമങ്ങളിലൂടെയാണ് സ്പിരിച്വൽ റൈറ്റിംഗ്സ് ഒക്കെ നമുക്ക് കിട്ടിക്കൊണ്ടിരുന്നത്. അന്നു മുതൽ ഈ മാസികകൾ കൈ കിട്ടുമ്പോൾ ഒരു സഹോദരി എന്ന നിലയ്ക്ക് ഞാൻ പെട്ടെന്ന് മറിച്ചു നോക്കുന്ന ഒരു പോർഷനുണ്ട്. അത് മോള് പറഞ്ഞു, സഹോദരിമാരോട് എന്ന ഭാഗം. അത് ഒരു മാസികയിൽ അല്ലെങ്കിൽ മറ്റൊരു മാസികയിൽ ഞാൻ ഈടുറ്റ ആർട്ടിക്കിൾസ്, സഹോദരിമാരെ ബൂസ്റ്റപ്പ് ചെയ്യുന്ന, ബലപ്പെടുത്തുന്ന ആർട്ടിക്കിൾസ് അത് ഞാൻ വായിക്കാറുണ്ട്. അതിന്റെ തലക്കെട്ടിൽ ഇങ്ങനെ കാണാം, എൽസി ബേബി ന്യൂയോർക്ക്. അന്നു മുതൽ ഹൃദയത്തില് ഒരു ആദരവും ബഹുമാനവും കൊടുത്ത ഒരു വ്യക്തിയായിരുന്നു. എനിക്ക് പരിചയമൊന്നുമില്ലായിരുന്നു, പക്ഷെ ഈ പ്ലാറ്റ്ഫോമിലൂടെ എനിക്ക് പരിചയപ്പെടുവാനിടയായി. അന്ന് ഹൃദയത്തിൽ സൂക്ഷിച്ച ആ ബഹുമാനത്തോടു കൂടി ഇന്ന് പ്രിയ മാമയുമായിട്ട് എനിക്ക് ഇങ്ങനെ ഒന്ന് ഇടപെടാൻ എനിക്ക് ദൈവം നൽകിയ ഭാഗ്യത്തെ ഓർത്ത് ദൈവത്തെ സ്തുതിക്കുന്നു. ദൈവത്തിന് സകല മഹത്വവും നൽകുന്നു. ഇനി എനിക്ക് മാത്രമല്ല, ക്രിസ്തീയ കോളത്തിൽ ഏവർക്കും പരിചയമാണ് എൽസി ബേബി ന്യൂയോർക്ക് എന്നത്. ഇനിയുള്ള കാര്യങ്ങൾ ഞാൻ പറഞ്ഞ് നിങ്ങൾ അറിയണ്ട. ഇനി നമുക്ക് നേരിട്ട് ചോദിച്ച് കാര്യങ്ങൾ അറിയാം. അതാണ്, നിങ്ങൾ പഴയ വഴികളിൽ ചെന്ന് നല്ല വഴി ഏത് എന്ന് ചോദിച്ചു മനസ്സിലാക്കുക. എന്നെ കേൾക്കുന്ന ഇളം തലമുറകളുണ്ടെങ്കിൽ, ഇളയ സഹോദരിമാരുണ്ടെങ്കിൽ വളരെ ശ്രദ്ധാപൂർവം പ്രാർത്ഥനയോടുകൂടി ഈ പ്രോഗ്രാമിൽ അറ്റൻഡ് ചെയ്യുക. നിങ്ങൾക്ക് നിങ്ങളുടെ ക്രിസ്തീയ ജീവിതത്തില്, കുടുംബ ജീവിതത്തിൽ ഇത് പ്രയോജനം ചെയ്യും എന്ന് ഞങ്ങൾക്ക് ഉറപ്പുണ്ട്. ഓക്കെ, നമുക്ക് കർത്താവിന് മഹത്വം കൊടുത്തുകൊണ്ട് പ്രിയ ആന്റിയിലേക്ക് കിടക്കാം. ഹലോ ആന്റി. പറഞ്ഞോ. ഓക്കെ, അവസരം കിട്ടിയതിൽ ഞങ്ങൾ വളരെ സന്തോഷിക്കുന്നു. വളരെ ശുശ്രൂഷയുടെ തിരക്കുകൾ ഉണ്ടായിട്ടും ആത്മമിത്രം സിസ്റ്റേഴ്സിനോടൊപ്പം ഞങ്ങൾക്ക് വേണ്ടി സമയം ചെലവഴിക്കാൻ തന്നതോർത്ത് ഞാൻ ദൈവത്തെ സ്തുതിക്കുകയും ആന്റിയോടുള്ള നന്ദി അറിയിക്കുകയും ചെയ്യുന്നു. ഞങ്ങൾക്ക് ചില കാര്യങ്ങൾ ആന്റിയിൽ നിന്ന് നേരിട്ട് അറിയാനായിട്ട് ആഗ്രഹിക്കുന്നു. ഓക്കെ ആന്റി, ഞാൻ സമയം ഒത്തിരി വേണം എങ്കിൽ കൂടിയും ഞങ്ങൾക്ക് ലഭിക്കേണ്ട ആ കാര്യങ്ങളെ ആന്റി സമയപരിമിതിക്കുള്ളിൽ നിന്ന് ഞങ്ങളോട് ഷെയർ ചെയ്യണം എന്ന് ഞങ്ങൾ ആഗ്രഹിക്കുകയാണ്. നമുക്ക് ആരംഭത്തിലേക്ക് പോകാം. ആന്റിയുടെ കുടുംബം, ജനനം, ശൈശവ, ബാല്യ, കൗമാരം വരെയുള്ള കാര്യങ്ങൾ പെട്ടെന്നൊന്ന് പറഞ്ഞു വിടാമോ? ദൈവനാമത്തിന് നന്ദിയോടെ സ്തോത്രം ചെയ്യുന്നു. എന്നെ കുറിച്ച് പറഞ്ഞതൊക്കെ ഞാൻ കേട്ടു. ദൈവത്തിന് മഹത്വം. ഞാനത് കേട്ടപ്പോൾ എൻ്റെ മനസ്സിൽ വന്ന വാക്യം യെശയ്യാപ്രവചനം 51-ാം അധ്യായം 1-ാം വാക്യം. നീതിയെ പിന്തുടരുന്നവരും യഹോവയെ അന്വേഷിക്കുന്നവരുമായുള്ളവരെ എൻ്റെ വാക്ക് കേൾപ്പിൻ. നിങ്ങളെ വെട്ടിയെടുത്ത പാറയിലേക്കും നിങ്ങളെ കുഴിച്ചെടുത്ത ഖനിഗർഭത്തിലേക്കും തിരിഞ്ഞു നോക്കുവിൻ. ഈ പ്രവചന വാക്യം നമുക്ക് ഓരോരുത്തർക്കും ഉള്ളതാണ് എന്ന് ചിന്തിക്കാവുന്നതാണല്ലോ. എന്നെ വന്ന വഴി മറക്കരുത് എന്ന് പറയാറുള്ളത് പോലെ
എന്നെ വെട്ടിയെടുത്ത പാറയിലേക്ക് ഒന്ന് എത്തി നോക്കാൻ കിട്ടിയ അവസരത്തിനായിട്ടും നന്ദിയോടെ സ്തോത്രം ചെയ്യുന്നു. ഞാൻ അങ്കമാലിയിൽ നായത്തോട് എന്ന് പറയുന്ന ഒരു കുഗ്രാമത്തില് തുടിയൻ കുടുംബത്തില് ശ്രീമാൻ ഇട്ടൂപ്പ് പൗലോസ് ഇട്ടൂപ്പിന്റെയും അന്നാമ്മയുടെയും മകളായിട്ട് 9 മക്കളിൽ 4ാമത്തെ മകളായിട്ടാണ് ഞാൻ ജനിച്ചത്. ഞങ്ങൾ 9 മക്കളാണ്. ഫെബ്രുവരി 3-ാം തീയതി 1937 അതാണ് എൻ്റെ ജന്മദിനം എന്ന് ഓർക്കുന്നു. കാരണം അന്നൊക്കെ മലയാള മാസങ്ങളാണ് പറയാറുള്ളത്. ഏതായാലും സ്കൂളിലൊക്കെ ചേർന്നപ്പോ ഇങ്ങനെ ഒരു അഡ്രസ്, ഇങ്ങനെ ഒരു നമ്പർ കിട്ടിയത് കൊണ്ട് ഞാനതങ്ങ് വിശ്വസിക്കുകയാണ്. ഏതായാലും 1937 ജനിച്ചത്. മലയാള മാസമാണ്. അത് ഇംഗ്ലീഷിലേക്ക് ട്രാൻസ്ഫർ ചെയ്തപ്പോഴാണ് ഫെബ്രുവരി 3, 1937 കിട്ടിയത്. അങ്ങനെയാണ് എൻ്റെ ജനനം. ഞങ്ങള് 5 ആൺമക്കള് 4 പെൺമക്കളായ 9 മക്കളുള്ള ഒരു കുടുംബം. ഞങ്ങളുടെ വല്യപ്പച്ചനാണ് ആദ്യം കർത്താവിലേക്ക് വന്നത്. അതുമൂലം വല്യപ്പച്ചന് ആകെ ഒരു മകനെ ഉള്ളായിരുന്നു. അത് എൻ്റെ പിതാവ്. എൻ്റെ പിതാവിന് 9 മക്കളായിരുന്നു. ആ 9 മക്കളിൽ 4ാമത്തെ മകളായിട്ട് ജനിക്കാനാണ് എനിക്ക് ഭാഗ്യം ലഭിച്ചത്. മൂത്ത 2 ആൺമക്കളും പിന്നെ ഒരു സഹോദരിയും കഴിഞ്ഞ് 4ാമത്തെ ഒരു പെൺകുട്ടിയാണ് എന്ന് ഓർപ്പിക്കുന്നു. അങ്ങനെ ഇനിയും എന്താ ചോദിച്ചത്? ബാല്യകാലം അല്ലേ? ബാല്യകാലം നായത്തോട്ട് കുഗ്രാമത്തിലാണ്. ഞങ്ങള് കൃഷിക്കാരായിരുന്നു. എന്നാൽ എൻ്റെ പിതാവ് ഒരു ബിസിനസ്സുകാരനും കൂടെ ആയതുകൊണ്ട് ഒരു കൂട്ടുകുടുംബം എന്ന് വേണമെങ്കിൽ പറയാം. വല്യപ്പച്ചനും വല്യമ്മച്ചിയും എൻ്റെ അപ്പച്ചൻ, അമ്മച്ചി, പിന്നെ ഒരുപാട് പേര് നിറഞ്ഞ ഒരു കൂട്ടുകുടുംബം. വീട് എപ്പോഴും നിറഞ്ഞ ഒരു കുടുംബത്തിലാണ് ഞങ്ങൾ ജനിച്ചു വളർന്നത്. അങ്ങനെ ജനിച്ചു വളർന്നു. വിദ്യാഭ്യാസമൊക്കെ ചെയ്യാനുള്ള കൃപ ഞങ്ങൾക്ക് തന്നു. അങ്ങനെ അത് മാത്രമല്ല, ആ ബാല്യത്തിൽ തന്നെ നല്ലൊരു ക്രിസ്തീയ ഭവനം ആയതുകൊണ്ട് ദൈവവചനം പഠിക്കുവാനും അറിയുവാനുള്ള കൃപ ലഭിച്ചു. അന്ന് ഒന്നാന്തരമായിട്ട് ഞങ്ങളുടെ അടുത്ത് ഒരു വീട്ടില് ഈ ആശാമ്പള്ളിക്കൂടം ഉണ്ടായിരുന്നു. എന്നെ 3 വയസ്സുള്ളപ്പോൾ ഈ ആശാമ്പള്ളിക്കൂടത്തിലേക്ക് വിടുമായിരുന്നു. കാരണം ഈ കൊച്ചു പിള്ളേർ എപ്പോഴും കരയുന്നതുകൊണ്ട് രക്ഷപ്പെടാനായിട്ട് അമ്മയപ്പന്മാരെ ഈ ആശാമ്പള്ളിക്കൂടത്തിലെല്ലാത്തിനെയും പറഞ്ഞു വിടും. അതിന്റെ കൂടെ എന്നെയും പറഞ്ഞു വിട്ടു. അങ്ങനെ ഓലയില് മണ്ണിലൊക്കെ എഴുതി അക്ഷരങ്ങൾ പഠിച്ചു കഴിഞ്ഞ് വീട്ടിൽ വന്നപ്പോൾ വല്യപ്പച്ചൻ ആദ്യം വായിപ്പിച്ചത് വേദപുസ്തകമായിരുന്നു. എൻ്റെ 3 വയസ്സിൽ ആദ്യമായിട്ട് അക്ഷരം വായിച്ചത് വേദപുസ്തകം. അതോർത്ത് ഞാൻ ദൈവത്തിന് സ്തോത്രം ചെയ്യുന്നു. തന്നെയല്ല, ജന്മനാ തന്നെ ഈ എഴുതാനും വായിക്കാനുമുള്ള ഒരു കൃപ, ഒരു വരം കർത്താവ് എനിക്ക് തന്നു. അത് ഞാൻ 3 വയസ്സ് തുടങ്ങി അത് ഞാൻ പ്രയോജനപ്പെടുത്തുവാൻ കർത്താവ് എന്നെ സഹായിച്ചു. വളരും തോറും നല്ല കൈയക്ഷരമായിരുന്നുകൊണ്ട് അത് എഴുതും. കേൾക്കുന്നതൊക്കെ എല്ലാം എഴുതും. അങ്ങനെ ഒരു ഹൈസ്കൂളിലൊക്കെ എത്തിയപ്പോഴത്തേക്കും സാഹിത്യത്തിലേക്കൊക്കെ ഉള്ള ചിന്ത വന്നു. സാഹിത്യം എഴുതാനും പറയാനും ഒക്കെ പഠിച്ചു. പിന്നെ നോവലുകളൊക്കെ വായിക്കാൻ പഠിച്ചു. എന്നാൽ ഞാൻ രക്ഷിക്കപ്പെട്ടു കഴിഞ്ഞപ്പോൾ, എൻ്റെ 14ാമത്തെ വയസ്സിൽ കർത്താവായ യേശുക്രിസ്തുവിനെ രക്ഷിതാവായി സ്വീകരിച്ചു കഴിഞ്ഞപ്പോൾ എൻ്റെ താലന്ത് ഞാൻ കർത്താവിന്റെ കരങ്ങളിലേക്ക് കൊടുത്ത് പ്രാർത്ഥിച്ചു. കർത്താവ് ഇതിനെ നീ അനുഗ്രഹിച്ചു തരണം എന്ന് പറഞ്ഞു. അന്ന് മുതൽ നോവലുകളൊക്കെ വായിക്കുന്നത് നിർത്തിവെച്ചു. എന്നെ എഴുതാനും വായിക്കാനും ഉള്ള ആ കഴിവ് എൻ്റെ കർത്താവിന് വേണ്ടി ഞാൻ സമർപ്പിച്ചു. അതാണ് എൻ്റെ ബാല്യകാലം. സൺഡേ സ്കൂൾ പഠിക്കാനുള്ള കൃപ എനിക്ക് ലഭിച്ചു. വചനം പഠിക്കാനുള്ള കൃപ ലഭിച്ചു. ഭവനത്തിൽ നിന്ന് നല്ലൊരു അടിസ്ഥാനം ലഭിച്ചതുകൊണ്ട് ഇന്ന് ആ പാറമേൽ ഞാൻ ഉറച്ചു നിൽക്കുന്നു. സ്തോത്രം. താങ്ക് യു. ഇത് നല്ലൊരു അടിസ്ഥാനമുള്ള ഒരു ക്രിസ്തീയ ഭവനത്തിൽ ജനിച്ചു എന്നുള്ളതും ഞങ്ങൾക്ക് ഏറ്റവും സന്തോഷം തോന്നിയത് 3-ാം വയസ്സിൽ വേദപുസ്തകം വായിച്ചു എന്നത്. അത് ഞങ്ങൾക്ക് കേട്ടപ്പോൾ ഒരു ചലഞ്ചിങ്. കാരണം ഞങ്ങൾ അമ്മമാരും വല്യമ്മമാരും ഒക്കെ ഈ കൂടെ ഉണ്ട്. അത് എല്ലാവർക്കും ഒരു ചലഞ്ചിങ് ആകട്ടെ. നമ്മളുടെ കുഞ്ഞുങ്ങളെ ഈ വിധത്തില് കർത്താവിന്റെ വചനത്തിനോട് ഉള്ള ഇമ്പോർട്ടൻസ് അവർക്ക് കുഞ്ഞുനാള് മുതല്, ശൈശവം മുതലേ കൊടുക്കുക എന്നുള്ളത്. താങ്ക് യു ആന്റി. അടുത്ത ഒരു ചോദ്യം ഞങ്ങളെ ശ്രദ്ധിക്കുന്ന ഒരുപാട് കുഞ്ഞുങ്ങളുണ്ട്, പെൺകുഞ്ഞുങ്ങളുണ്ട്, ടീനേജുകാര്. ലൈഫ് സ്പാനിലെ ഏറ്റവും നിർണായകമായിട്ടുള്ള ഒരു കാലഘട്ടമാണ് ടീനേജ്, കൗമാരം എന്ന് പറഞ്ഞാല് കൊച്ചു പിള്ളേരുടെ കൂടെ ചെന്നാല് ചേച്ചി ഇവിടെ നിൽക്കണ്ട, ചേച്ചി പൊക്കോ എന്ന് പറഞ്ഞു വിടും. എന്നാൽ വലിയവരുടെ അടുക്കൽ പോയി, മമ്മയുടെ അടുക്കൽ പോയി കാര്യങ്ങൾ കേൾക്കാന്ന് വെച്ചാല്
അവിടെ ചെല്ലുമ്പോ അവിടുന്ന് ഓടിച്ചു വിടും. നിനക്ക് എന്താടി ഇവിടെ കാര്യമെന്ന് പറഞ്ഞ് ഓടിച്ചു വിടും. അപ്പൊ അവിടെയും പറ്റുകയില്ല, ഇവിടെയും പറ്റുകയില്ല. അപ്പൊ അങ്ങനെയുള്ള ഒരു കൗമാര ടീനേജ് ആ കാലഘട്ടത്തിലെ എന്തെങ്കിലും കാര്യങ്ങള് പ്രത്യേകിച്ച് മാതാപിതാക്കൾ ഉപദേശിക്കുമ്പോൾ മാതാപിതാക്കളോടുള്ള, പ്രത്യേകിച്ച് അമ്മമാരോടുള്ള ആറ്റിറ്റ്യൂഡ്, ആ മനോഭാവം, അത് ആന്റി ആ കൗമാരത്തിൽ പോയപ്പോൾ എങ്ങനെയായിരുന്നു? അത് ഞങ്ങൾക്ക് അറിയാനായിട്ട് ആഗ്രഹമുണ്ട്. ഞാൻ പറഞ്ഞല്ലോ, ഞങ്ങളെ കോൺവെന്റിലാണ് എൻ്റെ പിതാവ് വിട്ട് പഠിപ്പിച്ചത്. ഞങ്ങളുടെ നാട്ടിനടുത്ത് ഒരു കോൺവെന്റ് ഉണ്ട്. അപ്പൊ എൻ്റെ വിദ്യാഭ്യാസം മുഴുവനും കോൺവെന്റിലായിരുന്നു. മാത്രമല്ല വീട്ടിൽ ഭയങ്കര സ്ട്രിക്റ്റ്. കാര്യം കൃഷിക്കാരും പണക്കാരൊക്കെ ആയിരുന്നെങ്കിലും എൻ്റെ അമ്മ വളരെ സ്ട്രിക്റ്റ് ആയിരുന്നു. എന്ത് പറഞ്ഞാലും പിന്നെ സദൃശവാക്യം എടുത്തു പറഞ്ഞ് ഉപദേശിച്ചാണ് ഞങ്ങൾ ഉപദേശിച്ചുകൊണ്ടിരുന്നത്. യാതൊരു അലങ്കാരങ്ങളും ഞങ്ങൾക്ക് ഇല്ലായിരുന്നു. എൻ്റെ വല്യപ്പച്ചൻ രക്ഷിക്കപ്പെട്ടത് വന്നതുകൊണ്ട് വല്യപ്പച്ചൻ തിരിച്ചും വചനത്തിന് വേണ്ടി ഒരുപാട് പീഡനങ്ങൾ അനുഭവിച്ച വ്യക്തിയാണ്. എന്നാൽ വിശ്വാസ ജീവിതം ഞങ്ങളുടെ വീട്ടില് വളരെ കൃത്യമായിട്ട്, വളരെ എന്താ പറയേണ്ടത്, കൃത്യനിഷ്ഠതയോടുകൂടെ തന്നെ പാലിക്കണം എന്നുള്ള നിർബന്ധം മാതാപിതാക്കൾക്കുണ്ടായിരുന്നു, ഗ്രാൻഡ് പാരന്റ്സിനുണ്ടായിരുന്നു. അമ്മ വളരെ സ്ട്രിക്റ്റ് ആയിരുന്നു. കോൺവെന്റിൽ പഠിച്ചത് കൊണ്ട് പിന്നെ കന്യാസ്ത്രീകളിൽ കൂടെ വളരെയധികം കാര്യങ്ങൾ പഠിക്കാൻ, നമ്മുടെ മര്യാദകള്, ആറ്റിറ്റ്യൂഡ്, അതൊക്കെ പഠിക്കാനുള്ള കൃപ എനിക്ക് ലഭിച്ചു. എന്നാൽ എൻ്റെ ബാല്യകാലത്തിൽ മറ്റ് ഒരു ഉദാഹരണം ഞാൻ പറയാം. മാതാപിതാക്കന്മാർ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം, എൻ്റെ അനുഭവത്തിൽ ഉണ്ടായ ഒരു കാര്യം. ഞാൻ ഹൈസ്കൂൾ പഠിക്കുമ്പോൾ ഞങ്ങളുടെ വീട്ടിലൊക്കെ, ഞങ്ങളുടെ വെക്കേഷൻ വരുമ്പോഴത്തേക്കും എല്ലാ വീടുകളിൽ നിന്ന് ഒരുപാട് ബന്ധുമിത്രാദികൾ ഉള്ളതുകൊണ്ട് മക്കളൊക്കെ, ഞങ്ങളുടെ വീട് വലിയ പറമ്പ് 5 ഏക്കർ സ്ഥലമൊക്കെ ഉള്ളതുകൊണ്ട് വീട്ടിൽ വന്ന് കളിക്കാനും പാടാനോ ചാടാനോ ഒക്കെ പിള്ളേർ വരും. ഞങ്ങളെയും ചിലപ്പോഴൊക്കെ ഞങ്ങളുടെ റിലേറ്റീവ്സിന്റെ വീട്ടിൽ വളരെ വിരളമായിട്ടേ വിടാറുള്ളൂ. ഒരിക്കൽ സംഭവിച്ച ഒരു സംഭവം ഞാൻ പറയാം. ഞാൻ ഹൈസ്കൂളിൽ പഠിക്കുന്ന സമയം ഞാനും എൻ്റെ ഇളയ സഹോദരിയും ഒരു സഹോദരനും കൂടെ എൻ്റെ മാവി എന്ന് പറയുന്ന അപ്പൻ്റെ പെങ്ങളുടെ വീട്ടില് ഞങ്ങളെ പാർക്കാൻ പറഞ്ഞു വിട്ടു. ആ പാർക്കാൻ അവിടെ പറഞ്ഞപ്പോൾ എനിക്ക് വളരെ മോശമായ ഒരു അനുഭവം എൻ്റെ മാവിയുടെ ഭർത്താവിൽ നിന്ന് ലഭിച്ചു. ഞാൻ അന്ന് ഹൈസ്കൂളിൽ പഠിക്കുകയാണ്. രാത്രി കിടന്നു, അപ്പൊ കൊച്ചു വീടാണ്. അപ്പം പിള്ളേരെല്ലാം തട്ടുമ്പുറത്ത് പായ വിരിച്ചു കൊടുത്തു. ഞാൻ ഇച്ചിരി പ്രായമായതുകൊണ്ട് എനിക്കൊരു കട്ടില് തന്നു. ഞാൻ ആ കട്ടിലേ കിടക്കുമ്പോൾ ഒരു മനുഷ്യൻ രാത്രി വന്ന് എന്നെ പിടിച്ച്, ഞാൻ ഇത് ഓപ്പണായിട്ട് നിങ്ങളോട് പറയുന്നത് മാതാപിതാക്കന്മാർക്ക് ശ്രദ്ധിക്കാൻ വേണ്ടിയാണ്, എന്നെ ഇങ്ങനെ പിടിച്ചു വലിക്കുന്നു. അപ്പൊ ഞാൻ ഓർത്ത് ഇതാരാ? ഞാൻ കരയാൻ തുടങ്ങി, ഉറക്കെ കരയാൻ തുടങ്ങിയപ്പോ മനുഷ്യരെന്നെ വിട്ടേച്ചു. അത് ആരായിരുന്നു? എൻ്റെ അമ്മായിയുടെ ഹസ്ബൻഡായിരുന്നു, എൻ്റെ അപ്പന്റെ പ്രായമുള്ള ഒരു മനുഷ്യൻ. ഞാൻ പേടിച്ചു പോയി. പിറ്റേ ദിവസം തന്നെ ഞാൻ വീട്ടിൽ വന്ന് ആദ്യം ഞാൻ എൻ്റെ അമ്മയോട് ആ കാര്യം പറഞ്ഞു. അമ്മ ഞെട്ടിപ്പോയി. അന്നൊരു പാഠം പഠിച്ചു. അന്ന് മുതൽ പ്രായമായ പെൺകുട്ടികൾ ഒരിക്കലും പാർക്കാൻ ഒരു വീട്ടിലും പറഞ്ഞയക്കരുത്. മാത്രമല്ല, ഞങ്ങൾ 9 മക്കൾ, 5 ആൺമക്കള്, മൂത്ത 2 ആൺമക്കളുണ്ട്. ഈ ആൺമക്കൾ ഞങ്ങളുടെ മുറികളിലൊക്കെ, പഠിക്കുന്ന മുറി വന്ന് തമാശയൊക്കെ പറഞ്ഞ് ചിരിച്ചു കളിക്കുക. അമ്മ വന്നിട്ട് അവരെ ഓടിച്ചു വിടും. ഇപ്പൊ നിങ്ങൾ നിങ്ങളുടെ കാര്യം നോക്കുന്ന പറഞ്ഞു. കാരണം അങ്ങനെയുള്ള ഒരു നോട്ടം എൻ്റെ അമ്മയ്ക്ക് ഞങ്ങളുടെ മേലുണ്ടായിരുന്നു. അങ്ങനെ ഒരു അനുഭവം എനിക്ക് ഉണ്ടായത് കൊണ്ട് ഇന്ന് വരെ എനിക്ക് ആ ഭയമുണ്ട്. പെൺകുട്ടികളെ ഒരിക്കലും മറ്റുള്ള സ്വന്തക്കാരായാലും ബന്ധക്കാരായാലും ആരായാലും പെൺകുട്ടികളുടെ മേല്, ആൺകുട്ടികളുടെ മേലും മാതാപിതാക്കന്മാർക്ക് നോട്ടം ഉണ്ടായിരിക്കണം. ഇന്ന് ഈ സ്ലീപ്പ് ഓവർ ഒക്കെ വലിയൊരു കോമൺ ആണ്. സഹോദരിമാരെ വളരെ സൂക്ഷിക്കണം. ഇന്ന് ഈ സെക്സ്വൽ ലൈംഗിക ചൂഷണം മൂലം എത്ര പെൺകുട്ടികളാണ് നിരാശയിൽ കഴിയുന്നത് ആരോടും പറയാൻ പറ്റൂല. ഇത് ഞാൻ എൻ്റെ ഇന്നസെൻസി കൊണ്ട് ഞാൻ ഓടി വന്ന് എൻ്റെ അമ്മോട് പറഞ്ഞു. അമ്മ പേടിച്ചു പോയി. അമ്മ പറഞ്ഞു, ഇനി മേലാല് ഒരിക്കലും പ്രായമായ പെൺപിള്ളേരെ, പ്രത്യേകിച്ച് പ്രായപൂർത്തിയായ പെൺപിള്ളേരെ ഒരിക്കലും, കൊച്ചു പിള്ളേരെ പോലെ, ഇന്നിപ്പോ നമുക്കറിയാമല്ലോ ഈ കൊച്ചു കുഞ്ഞുങ്ങളെ പോലും ലൈംഗിക ചൂഷണം ചെയ്യുന്ന വാർത്തകൾ അന്ന് അത്രേ ഇല്ലായിരുന്നു. അന്ന് ഇങ്ങനെ ഒരു സംഭവം എൻ്റെ മനസ്സിലുണ്ടായത്. ഞങ്ങളോട് ഓപ്പണായിട്ട് പറഞ്ഞതേ ഉള്ളൂ.
വളരെ സൂക്ഷിക്കണം. പിന്നെ കോൺവെന്റിൽ പഠിച്ചതുകൊണ്ട് എനിക്കൊരു ഒരു കന്യാസ്ത്രീ ആകണമെന്നുള്ള ആഗ്രഹമാണ് എനിക്ക് അന്നുണ്ടായിരുന്നത്. വിവാഹത്തെ കുറിച്ച് എനിക്ക് യാതൊരു അത് ഇനി തുടർന്നുള്ള നിങ്ങളോട് പറയാം. ആ കന്യാസ്ത്രീയെ മഠത്തിൽ പഠിച്ചതുകൊണ്ട് അതിൻ്റെതായ ചില ഗുണങ്ങളുണ്ടായിരുന്നു. അത് മാത്രമല്ല, എൻ്റെ മാതാവ് വളരെ, ഞങ്ങൾ പെൺപിള്ളേർ ഉറക്കെ ചിരിക്കുന്നത് പോലും ഞങ്ങൾക്ക് നിഷേധിച്ചിരുന്നു. ഞങ്ങളുടെ വീട്ടില് വലിയൊരു വീടാണ്. വീട്ടിൽ ആരെങ്കിലും ആണുങ്ങൾ വന്നാൽ ഞങ്ങൾ അടുക്കള വശത്ത് നിന്നോളണം. ചിലപ്പോ ഗിഗിളി ചെയ്യും. അന്നത്തെ പ്രായമല്ലേ. അമ്മ വന്ന് പിച്ചും. എന്തിനായി ഗിഗിളി ചെയ്യുന്നെ, എന്ത് കണ്ടിട്ടാന്ന് ചോദിക്കുക. അത്ര സ്ട്രിക്റ്റ് ആയിരുന്നു. വലിയ വിദ്യാഭ്യാസം എന്നുള്ള അമ്മ ആയിരുന്നില്ല. എന്നാലും അമ്മയുടെ ആ ശിക്ഷണം, എൻ്റെ അമ്മയാണ് ഒരു ഉത്തമ സ്ത്രീയായിട്ട് എനിക്ക് മാതൃകയായിട്ട്. ഇന്നും എൻ്റെ അമ്മയാണ് എനിക്ക് മാതൃക. ഞാനും അതുപോലെ എൻ്റെ മക്കൾക്ക് ഒരു മാതൃകയാകാൻ ഞാൻ ആഗ്രഹിക്കുന്നു. കാരണം ഞാൻ കടന്നു പോകുന്ന വഴിയിൽ ഇതുപോലുള്ള അനേക അനുഭവങ്ങൾ ഉണ്ടെന്ന് എല്ലാം വിവരിക്കാൻ പറ്റുന്നില്ല. ഇത് നിങ്ങൾക്കൊരു മാതൃകയായിട്ട്, യുവ ജനങ്ങൾക്കൊരു മാതൃകയായിട്ട് ഞാൻ പറഞ്ഞതേ ഉള്ളൂ. അമ്മാമ്മ എങ്ങനെ നന്ദി പറയണമെന്ന് അറിയത്തില്ല, എങ്ങനെ നന്ദി പറയണമെന്ന് അറിയത്തില്ല. ആരും ഓപ്പൺ ആയിട്ട് പറയാൻ മടിക്കുന്ന ഒരു കാര്യമാണ് ഇന്ന് ഈ കേൾക്കുന്ന അമ്മമാർക്കും പെൺകുഞ്ഞുങ്ങൾക്കും നേരിട്ട്. ഇതാണ് ഞാൻ ആദ്യം ദൈവാത്മാവ് നമ്മളെ പറഞ്ഞത്. പഴയ വഴികളിൽ ചെന്ന് ചോദിച്ചു പഠിക്കണം. അത് ചോദിച്ചു പഠിച്ചാൽ മനസ്സമാധാനത്തോടു കൂടി നമുക്ക് ആയിരിക്കാൻ കഴിയും എന്നുള്ളത്. അത് അമ്മാമ്മ ഇത്ര ഓപ്പൺ ആയിട്ട് പറഞ്ഞല്ലോ. എനിക്ക് ഒരുപാട് കാര്യം പറയാനുണ്ട്. പക്ഷെ അമ്മാമ്മയിൽ നിന്ന് കേൾക്കുക എന്നുള്ളത് ഞങ്ങളുടെ വലിയൊരു ആവേശമായതുകൊണ്ട് ഞാൻ ഈ കാര്യം ഭയനിർദ്ദേശത്തിനായിട്ട് ഞാൻ നിങ്ങൾക്ക് വിടുകയാണ്. തന്നെയുമല്ല, നമ്മളുടെ പെൺകുഞ്ഞുങ്ങൾ ബാല്യം മുതൽ ഒരാളുടെ കയ്യിൽ ഏൽപ്പിക്കുന്നത് വരെ നമ്മളുടെ സാരിത്തുമ്പിൽ തന്നെ വളരണം. നമ്മളുടെ കണ്ണ് എപ്പോഴും അവരുടെ മേലുണ്ടായിരിക്കണം. അതൊന്ന് നല്ലൊരു ഉദാഹരണം അമ്മാമ്മ പറഞ്ഞ അമ്മാമ്മയോടുള്ള നന്ദി എൻ്റെ ഹൃദയത്തിന്റെ ഭാഷയിൽ ഞാൻ പറയുന്നു. ഇനി ഞാൻ വേഗം മുമ്പോട്ട് പോകട്ടെ. ക്യാമ്പസ് ലൈഫ് എക്സ്പീരിയൻസ്, പ്രത്യേകിച്ച് ഒരു വിശ്വാസിയാണ് എന്ന് വെളിപ്പെടുത്തി ജീവിക്കുന്നതിൽ അഭിമാനിച്ചിരുന്നു. അത് തന്നെയുമല്ല, ഒരു വിശ്വാസിയാണ് എന്ന രീതിയിൽ അവിടെ നടക്കുമ്പോൾ കളിയാക്കലുകൾ അങ്ങനെയുള്ള കാര്യങ്ങൾ ഉണ്ടായിരുന്നോ? ഞാനിത് ചോദിച്ചതിന്റെ കാര്യം, ഇന്ന് നമ്മളുടെ അനേക കൗമാരക്കാര് പെൺകുഞ്ഞുങ്ങളും വീട്ടിൽ നിന്ന് ഇറങ്ങി പോകുമ്പോൾ പക്ക വിശ്വാസിയായിട്ടാ പോകുന്നത്. പക്ഷേ ആഭരണം ഒന്നുമില്ലാതെ അവര് പോകും. എന്നാൽ ക്യാമ്പസിൽ എത്തുന്നതിന് മുമ്പ് അവര് ആഭരണങ്ങൾ എടുത്ത് ഘടിപ്പിച്ച് പൊട്ടും കുത്തി സാധാരണ മറ്റ് സെക്യുലർ ആയിട്ടുള്ള കുഞ്ഞുങ്ങളോടൊപ്പം പോകുന്നു. കാരണം ഒരു വിശ്വാസി എന്ന് പ്രൊക്ലെയിം ചെയ്യാൻ അവർക്ക് മടിയാണ്. അമ്മമ്മയുടെ ജീവിതത്തിൽ നിന്ന് ആ കാര്യം ഞങ്ങളുടെ കുഞ്ഞുങ്ങൾക്ക് വേണ്ടി ഒന്ന് പറയാമോ? പറയാം. കാരണം എൻ്റെ മാതാപിതാക്കന്മാർ പറഞ്ഞല്ലോ, ആഭരണങ്ങൾ ധരിക്കാത്തവരായിരുന്നു. അത് ഞങ്ങളുടെ ചുറ്റുപാടുമുള്ളവർക്ക് അറിയാം. ഞങ്ങളുടെ ഭവനം, തുടിയൻ ഭവനം എന്ന് പറയുന്ന ആ ഗ്രാമത്തിൽ ഒരു വിളക്കായിരുന്നു. കാരണം രാവിലെയും വൈകിട്ടുള്ള പ്രാർത്ഥന, പാട്ട്, ഞങ്ങൾ 9 പേരൊക്കെ ഒരുമിച്ച് വലിയ പാട്ടൊക്കെ പാടും. ഒരു കൺവെൻഷന്റെ രീതിയാണ്. ഞാൻ ഹൈസ്കൂള് എൻ്റെ വിദ്യാഭ്യാസം പറഞ്ഞാൽ 4ാമത്തെ പെൺകുട്ടിയാണെങ്കിൽ ആദ്യം ഹൈസ്കൂൾ പാസ്സായത് ഞാനാണ്. കാരണം മൂത്ത 2 ആൺമക്കളും എൻ്റെ സിസ്റ്ററും അവർ ഉഴപ്പിക്കളഞ്ഞു. പിന്നെ ഞാൻ അത്ര പഠിക്കാൻ മിടുക്കിയായിരുന്നു. പിന്നെ കോൺവെന്റിലാണ് പഠിച്ചത്. ക്യാമ്പസ് നിങ്ങൾ പറയുന്ന ക്യാമ്പുകളൊന്നും അന്നില്ലായിരുന്നു. ഞാൻ ഒരു ക്യാമ്പിലും പോയിട്ടില്ല. സൺഡേ സ്കൂൾ അല്ലാതെ, കൺവെൻഷൻ അല്ലാതെ ഒരു ക്യാമ്പിലും പോയിട്ടില്ല. പിന്നെ ഞാൻ ആദ്യമായിട്ട് ക്യാമ്പിൽ പോയത് ഞാൻ പറയാം. എന്നെ പിന്നെ 10ാം ക്ലാസ് പഠിക്കുമ്പോൾ തന്നെ കല്യാണാലോചന തുടങ്ങി. കാരണം എൻ്റെ മൂത്ത സിസ്റ്ററെ 18-19 വയസ്സുള്ളപ്പോൾ പിടിച്ച് കെട്ടിച്ചു. അമ്മയ്ക്ക് 4 പെൺമക്കളെ എങ്ങനെയെങ്കിലും കെട്ടിച്ചു വിടണം എന്നുള്ള ആഗ്രഹം മാത്രമേ അന്നുണ്ടായിരുന്നുള്ളൂ. കോളേജിൽ വിടുന്ന കാര്യം പ്രശ്നമേ ഇല്ല, വിടൂല്ല. അങ്ങനെ 10ാം ക്ലാസ്സിൽ പഠിക്കുമ്പോൾ കല്യാണം കഴിക്കണമെന്ന ആഗ്രഹം കേട്ടപ്പോൾ ഞാൻ കരയാൻ തുടങ്ങി. എനിക്ക് കല്യാണം കഴിക്കണ്ട. ഞാൻ കോൺവെന്റിൽ പഠിച്ചുകൊണ്ട് എനിക്ക് കന്യാസ്ത്രീ ആവണം എന്നുള്ള ആഗ്രഹമായിരുന്നു. കർത്താവിനെ സേവിക്കണം എന്നുള്ള ആഗ്രഹം. അത് പറ്റാതെ വന്നപ്പോൾ എവിടെ നിന്നോ നേഴ്സിങ്ങിന് പോയാൽ ആരും കെട്ടുമില്ല. അന്നത്തെ കാലത്ത് നേഴ്സിംഗ് ഒരു നീച ജോലിയായിട്ടാണ് കണക്കാക്കിയിരുന്ന. നേഴ്സുമാരെ ആരും കല്യാണം കഴിക്കില്ല. അപ്പൊ ഞാൻ പറഞ്ഞു, എങ്ങനെയെങ്കിലും ഒരു നേഴ്സായാൽ രക്ഷപ്പെടാമെന്ന് വിചാരിച്ച് ആരോ പറഞ്ഞു, തിരുവല്ലാമലയ്ക്ക് മിഷൻ, നമ്മുടെ ബ്രദർഗാർഡ് ഒരു മിഷൻ ഹോസ്പിറ്റലാണ്, എങ്ങനെയോ
അത് ഭാഗ്യവശാൽ എനിക്ക് അവിടെ ഒരു അഡ്മിഷൻ കിട്ടിയെന്നേ പറയാനുള്ളൂ. അവിടെ ആണ് ആദ്യത്തെ എൻ്റെ ഹോസ്റ്റൽ ജീവിതം. അവിടെ എനിക്ക് എൻ്റെ വീട്ടിൽ നിന്ന് കിട്ടിയ നല്ലൊരു അടിസ്ഥാനം, വിശ്വാസത്തിന്റെ അടിസ്ഥാനം. അത് മാത്രമല്ല, മിഷണറിമാര്, ഫോറിൻസ് മിഷണറിമാരാണ് ഞങ്ങളെ പഠിപ്പിച്ചത്. അവിടെ അവിടെ ഉണ്ടായിരുന്നു, പാപത്തിൽ വീഴാനുള്ള പല പരിശോധനകളും അവിടെ ഉണ്ടായിരുന്നു. ചെറുപ്പമാണ്, ആൺപിള്ളേർ ഇതിലൊക്കെ ഒന്ന് തോണ്ടാനും പിടിക്കാനും ഒക്കെ വരുമ്പോഴൊക്കെയും വളരെ പേടിച്ച്, വളരെ ഭയപ്പെട്ട്. കാരണം ഞാൻ നഴ്സിങ്ങിന് പോയത് തന്നെ വീട്ടിൽ നിന്ന് ആരുടെ ഇഷ്ടപ്പെടാനല്ല. ഞാൻ കരഞ്ഞ് 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 എൻ്റെ പിതാവ് മനസ്സ് തോന്നിയിട്ട് എന്നെ അവിടെ പറഞ്ഞു വെച്ചത്. കാരണം 4 വർഷം പഠിച്ചു കഴിഞ്ഞാൽ ഉടനെ കെട്ടിക്കണമെന്നും പറഞ്ഞുകൊണ്ടാണ് വിട്ടത്. എന്നാലും രക്ഷപ്പെട്ടല്ലോ, നേഴ്സായ ആരും കെട്ടുമില്ലല്ലോ എന്നുള്ള ഒരു ചിന്തയിലാണ് ഞാൻ അവിടെ പോയത്. അവിടെയുള്ള ജീവിതത്തില് വളരെയധികം കാര്യങ്ങൾ ഉണ്ടായിരുന്നു. ഞങ്ങൾക്ക് അന്ന് 1954 to 59 ആണ് ഞാൻ തിരുവല്ല മെഡിക്കൽ മിഷനിൽ പോകുന്നത്. അന്ന് സ്റ്റുഡൻസിന് കട്ടിലില്ല, കിടക്കയില്ല, ഒന്നുമില്ല. താഴെ പായ വിരിച്ച് ആണ് എല്ലാരും ഇങ്ങനെ കിടക്കുന്നത്. അവിടെയും പല തിക്താനുഭവങ്ങളും ഉണ്ടായിട്ടുണ്ട്. ഈ ഹോമോസെക്സ്വാലിറ്റി എന്ന് പറയുന്നത് അവിടെയും ഉണ്ടായിട്ടുണ്ട്. അത് ഈ സിസ്റ്റേഴ്സ് വളരെ സ്ട്രിക്റ്റ് ആയിരുന്നു. ഈ ഒന്നിച്ച് കിടക്കുക, ഒന്നിച്ച് നടക്കുക, ഒന്നിച്ച് കെട്ടിപ്പിടിക്കുക, ഇതൊക്കെ നിഷിദ്ധമായിരുന്നു. അതും വളരെ നല്ല ഒരു കാര്യം ഞാൻ മക്കളോട് പഠിപ്പിക്കണം. കാരണം ഇന്ന് ലെസ്ബിയൻസ്, ഹോമോസെക്സ്വാലിറ്റി ഇതൊക്കെ നോർമലാണ്. പെണ്ണുങ്ങളുടെ അത് അവരുടെ ഇതാണ്, എന്തെന്നാ പറയേണ്ടത്, റിസർവ് ആണെന്നൊക്കെ പഠിപ്പിക്കുന്നത്. അങ്ങനെ അല്ല. അതിൽ നിന്നൊക്കെ വിടുവിക്കപ്പെടാനായിട്ട്, അതൊരു മിഷൻ ഹോസ്പിറ്റലായിരുന്നു, മിഷൻ ഹോസ്റ്റലായിരുന്നെങ്കിൽ പോലും അവിടെ ഉണ്ടായിരുന്ന ആത്മീയ ജീവിതമാണ്. എനിക്ക് ആദ്യം വളരെ തിക്താനുഭവങ്ങളൊക്കെ ഉണ്ടായി. ഞാൻ വിചാരിച്ചു പറഞ്ഞു, എനിക്ക് നേഴ്സിംഗ് എന്ന് പറഞ്ഞാൽ രോഗികൾക്ക് മരുന്ന് കൊടുക്കണം, മരുന്ന് വെച്ച് പഠിക്കണമെന്ന് എനിക്ക് അറിഞ്ഞുകൂടായിരുന്നു. അവിടെ ചെന്നപ്പോഴാണ് അറിഞ്ഞത് 4 വർഷം പഠിക്കണം. അത് ആദ്യത്തെ 3 വർഷം ഭയങ്കര കഷ്ടമായിരുന്നു. ഡസ്റ്റിങ്, ക്ലീനിങ്, വീട്ടില് ചൂലെടുത്ത് അടിച്ചിട്ടില്ല, മടിച്ചായിരുന്നു. അവിടെ ചെന്ന് അതൊക്കെ പഠിച്ചു. അതൊക്കെ ഒരു പാഠമായിരുന്നു. എന്നാൽ അവിടെയും ദൈവം എന്നെ കാത്തു സൂക്ഷിച്ചു. അവിടെ ഞാൻ കാത്തു നിന്നത്, എനിക്ക് ഒരുപാട് ആൺപിള്ളേരുടെ ആക്രമങ്ങൾ അനുഭവിക്കേണ്ടി വന്നിട്ടുണ്ട്. രോഗികളുടെ കൂടെ വരുന്നവരൊക്കെ വന്ന് തോണ്ടാൻ വരും, അല്ലെങ്കിൽ അങ്ങനെ വരും, ഇങ്ങനെ വരും. പരീക്ഷയിൽ വീഴാനായിട്ടുള്ള അനുഭവങ്ങൾ അവിടെ ഉണ്ടായിരുന്നു. എന്നാൽ അവിടെ ജയിച്ചു നിൽക്കാൻ എനിക്ക് കൃപ ലഭിച്ചത് എന്റെ വീട്ടിൽ നിന്ന് ലഭിച്ച അടിസ്ഥാനമാണ്. തന്നെയല്ല, കോൺവെന്റിൽ പഠിച്ച ആ അടിസ്ഥാനം. അങ്ങനെ അത് അല്ലെങ്കിൽ ഞാൻ വീണു പോകുമായിരുന്നു. എന്നാൽ വീഴാതെ എന്നെ കാത്ത് സൂക്ഷിച്ച് അവിടുന്ന് പിന്നെയുള്ള കാര്യം പഠിച്ചു കഴിഞ്ഞ ഉടനെ പിടിച്ച് കെട്ടിച്ചു. അത് പിന്നെ ഞാൻ പറയാം, എന്റെ വിവാഹത്തെ കുറിച്ച് പറയുമ്പോൾ ഞാൻ അത് പറയാം. എന്നാൽ ഹോസ്റ്റൽ ജീവിതം അന്ന് ക്യാമ്പസുകളോ ഒന്നും ഇല്ലായിരുന്നു. ആദ്യത്തെ ഹോസ്റ്റൽ ജീവിതമാണ് തിരുവല്ല മെഡിക്കൽ മിഷനിൽ ഉണ്ടായിരുന്നത്. അതും ഒരുപാട് പറയാനുണ്ട്. സൂക്ഷിക്കണം. പെൺപിള്ളേര്, ടീനേജേഴ്സ് വളരെ സൂക്ഷിക്കണം. ക്യാമ്പുകളിൽ പോകുമ്പോഴും ഒക്കെയും അമ്മമാര് പറഞ്ഞ് പഠിപ്പിച്ചു വേണം വിടാൻ. ഒരു കാര്യം ഞാൻ പറയട്ടെ, എൻ്റെ അമ്മ എല്ലാ മാസവും ഞങ്ങൾക്ക് മെൻസസ് വരുന്നുണ്ടോന്ന് സൂക്ഷിക്കുമായിരുന്നു. അത് അമ്മയ്ക്ക് അത് വളരെ നിർബന്ധമായിരുന്നു. അത്രയ്ക്ക് നോട്ടം എൻ്റെ അമ്മയ്ക്ക് ഞങ്ങളുടെ പെൺപിള്ളേരോട് ഉണ്ടായിരുന്നു. നമ്മുടെ പെൺപിള്ളേരെ ഇന്ന് അഴിച്ചു വിട്ടിരിക്കുകയാണ്. ആരോടും ഈ നേരത്തെ പറഞ്ഞല്ലോ, അമ്മമാര് സൂക്ഷിക്കണം. പ്രായമായ അമ്മമാര്, ഇപ്പൊ എൻ്റെ ചെറുപ്പക്കാരാണ് ഇന്നത്തെ അമ്മമാര്. വളരെ എൻ്റെ മോളൊന്നും ചെയ്യൂല, എൻ്റെ മക്കള് നല്ലതാണ്, ആ ഒരു ചിന്ത വിടണം. ഏത് മക്കളായാലും ഓർപ്പിച്ചതുപോലെ വീട്ടിൽ നിന്ന് പുറത്തു പോയാൽ അവർ വേറെയാണ്. അവരെങ്ങനെയാണ്, അവരുടെ കൂട്ടുകാരാരാണ്, അവരെങ്ങനെയാണ് ജീവിക്കുന്നതെന്ന് ഞാൻ പോയി എൻ്റെ പിള്ളേർ ടീനേജേഴ്സ് ആയിരുന്നപ്പോൾ അവരുടെ ബാഗൊക്കെ ഞാൻ തപ്പി നോക്കുമായിരുന്നു. അവരുടെ മുറി പോയി, അവരില്ലാത്തപ്പോ അവരുടെ ബാഗൊക്കെ, ഞങ്ങൾക്കന്ന് ബാഗൊന്നും ഇല്ലായിരുന്നു. ഇന്നത്തെ പിള്ളേർക്ക് പ്രായമാകുമ്പോഴത്തേക്ക് ഹാൻഡ് ബാഗായി, അതിൽ എന്തൊക്കെ ഉണ്ട് എന്ന് നോക്കുമായിരുന്നു ഞാൻ. അത്രയ്ക്ക് ഞാൻ സൂക്ഷിക്കുമായിരുന്നു. അതുപോലെ സൂക്ഷിക്കണമെന്ന് മാതാപിതാക്കന്മാരോട് ഞാൻ അഭ്യർത്ഥിക്കുകയാണ്. വളരെ സൂക്ഷിക്കണം. ഓക്കെ മാമ, വളരെ നല്ലൊരു ഇൻഫർമേഷൻ ആണ്. ഒന്നല്ല, അനേക ഇൻഫർമേഷൻ ആണ് ഞങ്ങൾ അമ്മമാർക്ക് തന്നത്, ഞങ്ങളുടെ കുഞ്ഞുങ്ങൾക്കും. ഇനി ഇതിൽ നിന്ന് മനസ്സിലാക്കുന്നത്, അന്നത്തെ കാലത്ത് കരിയർ ഗൈഡൻസ് ഒന്നും ഇല്ലാതിരുന്നിട്ടും ഒരു കല്യാണം കഴിക്കണ്ടല്ലോ നേഴ്സായി പോയാല് എന്നുള്ള ഒരു ചിന്തയിലാണ് നേഴ്സായെന്നുള്ളത് ഇപ്പോഴാണ് മനസ്സിലായത്. എനിവേ,
ദൈവം ഇത്രത്തോളം കൊണ്ടുവന്നു. ഒരുപാട് അനുഭവങ്ങൾ ആ നാളുകളില് ക്യാമ്പസുകളിലും ഒക്കെയും എങ്ങനെയാണ് നമ്മള് ഓപ്പോസിറ്റ് സെക്സിനോട് ഉള്ള ബന്ധത്തിൽ അവരടുത്ത് വരുമ്പോൾ പേടിച്ചു എന്ന് പറയുന്നത് അത് അക്ഷരാർത്ഥത്തിൽ നമ്മൾ പേടിക്കുക തന്നെ വേണം. നമ്മുടെ ശരീരത്തെ സൂക്ഷിക്കേണ്ടത് നമ്മളാണ്. അതിനുള്ള ഉത്തരവാദിത്തം നമ്മൾക്കുള്ളതാണ് എന്നുള്ളത് നമ്മൾക്ക് വേദപുസ്തകത്തിലൂടെ പോകുമ്പോഴും നമ്മൾക്ക് മനസ്സിലാക്കാനായിട്ട് കഴിയുന്നുണ്ട്. ഇനി അമ്മമ്മ വിവാഹത്തെ കുറിച്ചുള്ള കൺസെപ്റ്റ് ഇപ്പൊ നമ്മളെ കേൾക്കുന്ന നമ്മുടെ പെൺകുഞ്ഞുങ്ങൾക്കൊക്കെ ഉണ്ട്. എന്താ വിവാഹം എന്ന ചിന്ത വരുമ്പോ തന്നെ എനിക്കുള്ള പുരുഷൻ ഇങ്ങനെ ആയിരിക്കണം, എൻ്റെ ഭർത്താവ് ഇങ്ങനെ ഇന്ന രീതിയിലായിരിക്കണം എന്ന് വളരെ ഡ്രീം ചെയ്യുന്നുണ്ട്. ഇനി അങ്ങനെ അതുപോലെ അമ്മാമ്മയുടെ ജീവിതത്തിലും ഡ്രീംസ് കാണുമായിരുന്നു എന്ന് ഞങ്ങൾ കരുതുകയാണ്. അതിനോട് ബേസ് ചെയ്ത് ചോദിക്കുകയാണ്, ഹൃദയത്തിൽ സ്വപ്നം കണ്ടിരുന്ന ഒരു ജീവിത പങ്കാളിയെ തന്നെയാണോ അമ്മാമ്മയ്ക്ക് ദൈവം നൽകിയത്? ഒരിക്കലുമല്ല. ഞാൻ ആഗ്രഹിച്ചതും പ്രാർത്ഥിച്ചതും ഒന്നും ദൈവം എനിക്ക് തന്നിട്ടില്ല. എന്നാൽ ദൈവം എനിക്ക് തന്നതെല്ലാം അനുഗ്രഹമായിരുന്നു. കാരണം ഞാൻ കല്യാണം കഴിക്കാൻ ആഗ്രഹിച്ചില്ല. അതുകൊണ്ടാണ് നഴ്സിങ്ങിന് പോയത്. ഞാൻ അവിടെ പഠിച്ച് ഇറങ്ങിയ ഉടനെ കല്യാണം കഴിക്കേണ്ടി വന്നു. വീട്ടിൽ കല്യാണാലോചന വന്നപ്പോ ഞാൻ പ്രാർത്ഥിച്ചു, കർത്താവ് എന്നാ ഒരു സുവിശേഷകനെ കിട്ടിയാൽ മതിയായിരുന്നു. അപ്പൊ സുവിശേഷ വേല ചെയ്യാമല്ലോ. ഞാൻ ആടാനും പാടാനും പ്രാർത്ഥിക്കാൻ എല്ലാം അന്നും 16-ാമത്തെ വയസ്സിൽ ലേഖനം എഴുതി തുടങ്ങി. തിരുവല്ലായി പോയിട്ട് ഞാൻ അന്ന് തുടങ്ങി ഇന്ന് വരെ ലേഖനം എഴുത്ത് നിർത്തിയിട്ടില്ല. അപ്പം അവിടെ പഠിച്ച കാലത്ത് 5 വർഷം 4 വർഷത്തെ കോഴ്സും 1 വർഷത്തെ ബോണ്ടും ആയിരുന്നു. 5 വർഷം സമ്മാനാർഹയായിരുന്നു ഓരോ വർഷത്തെ സ്വഭാവത്തിന്, പഠിത്തത്തിന്, എല്ലാത്തിനും. അപ്പൊ അങ്ങനെ മിടുക്കിയായിട്ട് നിന്നു. അങ്ങനെ ഇരിക്കുമ്പോഴാണ് കല്യാണം നിർബന്ധമാണ്, എനിക്കറിയാം. അപ്പം ഞാൻ പ്രാർത്ഥിച്ചു, കർത്താവേ ഒരു സുവിശേഷകനെ മതി. പക്ഷേ കല്യാണം കഴിച്ചപ്പോൾ നിങ്ങൾ ആരും വിശ്വസിക്കുകയില്ല, ഒരു കമ്മ്യൂണിസ്റ്റുകാരൻ, രക്ഷിക്കപ്പെടാത്തവൻ, സ്നാനപ്പെടാത്ത ഒരു വ്യക്തിയാണ് എനിക്ക് കിട്ടിയത്. കാരണം എൻ്റെ പിതാവും എൻ്റെ ഹസ്ബൻഡിന്റെ പിതാവ് അവര് വളരെ അടുത്ത ബന്ധക്കാരായിരുന്നു. എനിക്ക് ഈ തിരുവല്ല സൈഡിൽ നിന്ന് ഒരുപാട് കല്യാണങ്ങൾ വന്നു. എനിക്കത് വേണ്ട, എനിക്ക് പേടിയായിരുന്നു ഈ തെക്കോട്ട് പോകാൻ. അവരുടെ അനുഷ്ഠാനങ്ങളൊക്കെ എനിക്ക് പേടിയായിരുന്നു. അതിപ്പോ എൻ്റെ ഹസ്ബൻഡിന്റെ വീട് വടക്കേ ഇരിങ്ങാലക്കുട അടുത്താണ്. ഞങ്ങൾ അറിയുന്ന ഒരു ഫാമിലിയാണ്. അങ്ങനെ വന്നപ്പോഴാണ് എൻ്റെ ഫാദറിനോട് നിർബന്ധം കൊണ്ടാണ് കല്യാണം നിശ്ചയിച്ചത്. പക്ഷെ കാണാൻ സുന്ദരൻ, ബ്രദറുകാരെല്ലാം ബ്രദറുകാരാണെന്നുള്ള വിശ്വാസം. എന്നാൽ പുള്ളിക്കാരൻ രക്ഷിക്കപ്പെടാത്ത ഒരാളാണെന്ന് അറിഞ്ഞിട്ടും ആണ് കല്യാണം നടന്നത്. പക്ഷെ അത്രയും ഓർത്തില്ല. നമ്മുടെ ബ്രദറുകാരുടെ വീട്ടിൽ എല്ലാവരും ബ്രദറുകാരാണല്ലോ എന്നുള്ള വിശ്വാസത്തിലായിരുന്നു. എന്നാൽ ഞാൻ പ്രാർത്ഥിച്ചതല്ല ദൈവം എനിക്ക് തന്നത്, ഇങ്ങനെ ഒരാളെയാണ് എനിക്ക് കിട്ടിയത്. ഞാൻ ആദ്യ രാത്രി പ്രാർത്ഥിക്കാൻ പറഞ്ഞപ്പോൾ അദ്ദേഹം പറഞ്ഞു, എനിക്ക് പ്രാർത്ഥിക്കാൻ അറിഞ്ഞുകൂടാ. ഞാൻ അന്ന് കരയാൻ തുടങ്ങി. ഞാൻ ആരോടും പറഞ്ഞിട്ടില്ല ആ കാര്യം. വീട്ടിലൊന്നും അറിഞ്ഞുകൂടാ. വീട്ടിൽ മരുമോൻ നല്ല സുന്ദരൻ, നല്ല ചെറുക്കൻ, ഞാൻ അറിയുന്ന വീട്ടില്. അപ്പൊ പുറമെ കാണുമ്പോ ഞങ്ങളെ രണ്ടുപേരെയും കണ്ട ഇണപ്രാക്കള് കണ്ട ആണെങ്കോ ഇരിക്കുന്നു. വളരെ പുള്ളിയാണെങ്കിൽ ഞാനും എൻ്റെ ഹസ്ബൻഡും തമ്മിൽ 2 ധ്രുവം. പുള്ളി ആഡംബരപ്രിയൻ, ഭക്ഷണപ്രിയൻ എന്ന് വേണ്ട ലോകപ്രിയൻ. ഞാനാണെങ്കിൽ ഇതുപോലെ സ്ട്രിക്റ്റ് ആയിട്ട് ജനിച്ചു വളർന്ന് കല്യാണം കഴിക്കേണ്ടെന്ന് തന്നെ സുവിശേഷ വേലയിലും ദൈവത്തെ കർത്താവിനെ സേവിക്കാനുള്ള ആഗ്രഹത്തിൽ വളർന്ന ഒരു സ്ത്രീക്ക് കിട്ടിയ പുരുഷൻ. ഒന്ന് ഓർത്തു നോക്കുക. പ്രാർത്ഥിക്കാനായിട്ട്, നിരന്തരം പ്രാർത്ഥിക്കാൻ, കണ്ണുനീരൊഴിക്കാനായിട്ട് ദൈവം എനിക്ക് തന്ന ഒരു മുഖാന്തരമായിരുന്നു. അതുകൊണ്ട് ഞാൻ പറഞ്ഞു, ഞാൻ ആഗ്രഹിച്ചത് കർത്താവ് തന്നില്ല, തന്നത് എനിക്ക് അനുഗ്രഹമാണ്. എൻ്റെ കല്യാണ ജീവിതത്തില് ഒരുപാട് സംഭവങ്ങൾ, ഒരുപാട് നിരാശയുടെ അനുഭവങ്ങൾ ഉണ്ടായപ്പോഴും ഞാൻ കർത്താവിനോട് പറഞ്ഞു. കാരണം അന്ന് ഉഭയസമ്മതം ചെയ്തത് ദൈവം യോജിപ്പിച്ചതിനെ മനുഷ്യൻ വേർപിരിക്കാൻ പാടില്ല. ഇതിനെക്കുറിച്ച്, വിവാഹത്തെ കുറിച്ച് പറയണമെന്ന് എനിക്ക് വലിയ ആഗ്രഹമുണ്ട്. പ്രിയമുള്ളവരെ, ഞാൻ പ്രാർത്ഥിച്ചു. എനിക്ക് വിഷമം വരുമ്പോൾ ഞാൻ പുള്ളിക്കാരന് വേണ്ടി പ്രാർത്ഥിക്കുമ്പോൾ ഒരുപാട് പ്രാർത്ഥിച്ചപ്പോ ഒരിക്കൽ കർത്താവിനോട് പറഞ്ഞു, നീ നന്നായാ മതി, നീ നന്നായാൽ അവൻ നന്നാകുമെന്ന് എന്നോട് പറഞ്ഞു.
Can you believe that? എന്റെ കണ്ണുനീര് പുള്ളിയുടെ പള്ളേക്ക് കൂടെ ഒഴുകുമായിരുന്നു. പുള്ളി ഒരു ദുസ്വഭാവം ഇല്ല, സിഗരറ്റ് വലിയില്ല, കള്ളുകൂടിയില്ല, ഒന്നുമില്ല, നല്ല മനുഷ്യനാ. പക്ഷെ പുള്ളി ഒരു ആഡംബരപ്രിയനായിരുന്നു. രക്ഷിക്കപ്പെട്ടിട്ടില്ല, ഒരു പാട്ട് പോലും പാടാറിഞ്ഞൂടെ, ഒരു വാക്യം അറിഞ്ഞൂടെ. ഇത് വേദോസ്തം എപ്പോ നോക്കിയാലും വേദോസ്തം വായിച്ചുകൊണ്ടിരിക്കുന്നു. അപ്പൊ ഒന്ന് നോക്കുക, എന്തുമാത്രം എതിരം ഉണ്ടായിരുന്നു. എന്നാൽ എന്നെ പിടിച്ചു നിർത്തിയത്, ദൈവം യോജിപ്പിച്ചതിനെ മനുഷ്യൻ വേർതിരിക്കാൻ പാടില്ല. അത് ദൈവത്തിനല്ലാതെ വേറെ ആർക്ക്. ഞാൻ ഇന്ന് വിവാഹവും വിവാഹമോചനം എന്നൊരു പുസ്തകം എഴുതിയിട്ടുണ്ട്. അത് പലരും പല ന്യായങ്ങൾ പറയും, ഇങ്ങനെ ആയാലും ഇങ്ങനെ പ്രാർത്ഥിച്ചാ മതി, കണ്ണുനീരോടെ പ്രാർത്ഥിക്കുക. ഞാൻ പ്രാർത്ഥിച്ചപ്പോ ദൈവം എന്നോട് പറഞ്ഞു, നീ നന്നായാൽ അവൻ നന്നാകും. അപ്പൊ ഞാൻ വിചാരിച്ചു ഞാൻ വലിയ ആത്മീയത്തെയാണ്, എനിക്ക് വചനം അറിയാൻ, പുള്ളി രക്ഷിക്കപ്പെടാത്ത, പുള്ളി അങ്ങനെയാണ് ഇങ്ങനെയാണെന്നുള്ള ചിന്തയാണ്. അതല്ല, ദൈവത്തിന് ഒരു ഉദ്ദേശം ഉണ്ടായിരുന്നു. എന്നെ ആ പുരുഷന്റെ കൂടെ ചേർക്കാം. 50 വർഷത്തെ എന്റെ ജീവിതം. ഞാൻ കല്യാണം കഴിച്ചപ്പോ എൽസി ബേബിയുടെ ഭർത്താവായിരുന്നെങ്കിൽ പുള്ളി മരിക്കുമ്പോൾ ഞാൻ ബേബി മാത്യൂസിന്റെ ഭാര്യയായിരുന്നു. പുള്ളി മരിച്ചു കിടക്കുമ്പോൾ ദൈവത്തിന് സ്തോത്രം ചെയ്തു. കാരണം അദ്ദേഹത്തെ കല്യാണം കഴിച്ചത് കൊണ്ട് എന്നെ മോൾഡ് ചെയ്ത് ഇന്ന് നിങ്ങളുടെ മുമ്പാകെ ധൈര്യത്തോടെ നിൽക്കാനായിട്ട് ദൈവം എന്നെ ഒരുക്കുകയായിരുന്നു. പ്രിയമുള്ളവരെ, നമ്മുടെ വിവാഹ ജീവിതത്തിൽ പ്രയാസങ്ങൾ ഉണ്ടാകും. അപ്പോൾ ഓർക്കണം, ദൈവമാണ് യോജിപ്പിച്ചതെങ്കിൽ ദൈവത്തിന് അറിയാം, ദൈവത്തിന് ഒരു ഉദ്ദേശമുണ്ട്. അതുകൊണ്ട് ചെറുപ്പക്കാരോട്, യുവാക്കന്മാരോട് ഞാൻ പറയുന്ന, വിവാഹമോചനം എന്ന് പറയുന്നത് ദൈവം വെറുക്കുന്ന ഒന്നാണ്. അല്ലെങ്കിൽ ഞാൻ വിവാഹമോചനം തേടി പോയേനെ. കാരണം കല്യാണം കഴിച്ചു വിട്ടപ്പോ അമ്മ പറഞ്ഞത്, ഇനി നീ ഭർത്താവിന്റെ കുറ്റം പറഞ്ഞിട്ട് ഇങ്ങോട്ട് വരരുത്, ഭർത്താവിന്റെ വീട്ടുകാരുടെ കുറ്റം ഇവിടെ പറയരുത്, അവിടെ നിന്നോളണം. ഇനി ഞാൻ അഥവാ എന്റെ അമ്മായിയമ്മയുടെയോ അമ്മായിമ്മപ്പോരൊക്കെ എനിക്ക് ഉണ്ടായിട്ടുണ്ട്, ആരോടും ഞാൻ പറഞ്ഞിട്ടില്ല. ഞാൻ വീട്ടിൽ വന്ന് പറഞ്ഞ അമ്മ ചൂലെടുക്കും, പൊടി അപ്പുറത്ത് അവിടെ പോയി ജീവിച്ചോളാൻ പറയും. അന്നത്തെ കാലം അതായിരുന്നു. ഇന്ന് അങ്ങനെയല്ല. ഇന്ന് മക്കൾ വന്ന് പറയുമ്പോ, മോളെ ഇങ്ങി പോരെ, അവനെ അങ്ങ് വിട്ടേരെ, നിനക്ക് വേറെ ഞാൻ അത് ഒരിക്കലും വിശ്വാസികൾ പറയാൻ പാടില്ല. മക്കളെ പറഞ്ഞ് പഠിപ്പിക്കണം. എന്ത് തന്നെ കഷ്ടമായാലും നീ സഹിച്ചു ജീവിക്കണം എന്നുള്ളത് മക്കളെ പഠിപ്പിക്കേണ്ട ഒരു വിഷയമാണ്. ഞാൻ എൻ്റെ അനുഭവം കൊണ്ട് പറയുകയാണ്. കാരണം എനിക്ക് വളരെ തിക്താനുഭവങ്ങൾ ഉണ്ടായിട്ടുണ്ട്. കണ്ണുനീർ താഴ്വയിൽ ഞാൻ കടന്നു പോയിട്ടുണ്ട്. അതൊക്കെ പറയാൻ സമയമില്ല. ഞാൻ പ്രാർത്ഥിക്കുമ്പോഴൊക്കെ കർത്താവ്, ഇപ്പോഴും ഞാൻ ഓർക്കുകയാണ്, എന്നെ മോൾഡ് ചെയ്യാനായിട്ട് ഒരു കുശവന്റെ കണ്ണിലെ ഒരു കളിമണ്ണായിരുന്നു ഞാൻ വളരെ അഹങ്കാരിയായിരുന്നു. നിഗളിക്കാൻ എനിക്ക് വളരെ കാര്യങ്ങളുണ്ടായിരുന്നു. പഠിക്കാൻ മിടുക്കി, എല്ലാത്തിനും മിടുക്കി. അപ്പൊ എനിക്ക് നിഗളം വരുമായിരുന്നു. ഒരു സുവിശേഷന്റെ കൂടെ പോയിരുന്നെങ്കിൽ പാടി ആടി പ്രസംഗിച്ച് ഞാൻ അദ്ദേഹത്തിന് തലേ കയറി നടക്കുമായിരുന്നു. അതിനൊക്കെ എന്നെ താഴ്മ പഠിപ്പിച്ചു, ദൈവത്തെ ആശ്രയിക്കാൻ പഠിപ്പിച്ചു, വചനം ആഹാരമായി ഭക്ഷിക്കാൻ പഠിപ്പിച്ചു. ഇന്ന് ഞാൻ നിങ്ങളുടെ മുമ്പാകെ നിൽക്കുന്നത് എന്റെ ദൈവത്തിന്റെ ദയാണ്. ഞാൻ ആഗ്രഹിച്ച് കിട്ടിയില്ല, ദൈവം തന്നത് എനിക്ക് വളരെ അനുഗ്രഹമായി തീർന്നു. എനിക്ക് ആ ധൈര്യമായിട്ട് എല്ലാവരോടും പറയാം. എനിക്ക് ഒരുപാട് കാര്യം, ഞാൻ എൻ്റെ പുസ്തകം എഴുതിയിട്ടുണ്ട്, എൻ്റെ ആത്മകഥ. അത് നിങ്ങൾക്ക് കിട്ടുമെങ്കിൽ നിങ്ങൾ മുള്ളുകളുടെ ഇടയിൽ താമര എന്നുണ്ട് ഒരു പുസ്തകം ഞാൻ എഴുതിയിട്ടുണ്ട്. ഞാൻ പല പുസ്തകങ്ങൾ എഴുതിയാൽ അത് ലാസ്റ്റ് എഴുതിയ പുസ്തകമാണ്. കിട്ടാൻ പറ്റുമെങ്കിൽ നിങ്ങൾ വായിച്ചു നോക്കുക. എൻ്റെ അനുഭവം ഞാൻ പറഞ്ഞിട്ടുണ്ട്. മാമ ഇതിനിടയ്ക്ക് 1-2 വട്ടം ചോദിച്ചു, ക്യാൻ യു ബിലീവ്? ഞങ്ങൾക്ക് വിശ്വസിക്കാനായിട്ട് വളരെ പ്രയാസം. കാരണം അങ്ങനെയൊന്നും അല്ലായിരുന്നു ഞങ്ങള് വിചാരിച്ചിരുന്നത്. ഞങ്ങൾക്ക് വിശ്വസിക്കാനായിട്ട് ഭയങ്കര പ്രയാസ. പക്ഷെ ഇത് മൂന്നാമതൊരാളാണ് പറഞ്ഞിരുന്നെങ്കിൽ ഞങ്ങൾക്ക് ഒട്ടും വിശ്വസിക്കാൻ കഴിയില്ലായിരുന്നു. എന്നാല് മാമ നേരിട്ട് അത് പറഞ്ഞപ്പോൾ, ഒരു പെൺകുഞ്ഞിനെ നമ്മൾ എങ്ങനെ വളർത്തണമെന്നും തന്നെയല്ല, ആ പെൺകുഞ്ഞിനെ വിവാഹം കഴിച്ചു വിടുമ്പോൾ നമ്മൾ എന്തെല്ലാം കാര്യങ്ങളിൽ ശ്രദ്ധിക്കണമെന്നും ഉള്ള കാര്യം മാതാപിതാക്കൾക്ക്, കേൾക്കുന്ന മാതാപിതാക്കൾക്ക് കൺവേ ചെയ്തതോർത്ത് ഞാൻ വളരെ ദൈവത്തിന് നന്ദി പറയുന്നു. ഇത് അമ്മമ്മ പറഞ്ഞു, അനേക വേദനകളിലൂടെ കടന്നു പോകാൻ ഇടയായിട്ടുണ്ട് എന്ന്. ആ വേദനകളൊന്നും പറയാനായിട്ട് നമ്മൾക്കിവിടെ സമയമില്ലല്ലോ. പക്ഷെ എന്നെ കേൾക്കുന്ന പെൺകുഞ്ഞുങ്ങൾ ഓർക്കുന്നു, നിങ്ങള് ഇപ്പോഴേ പ്രാർത്ഥിച്ചു തുടങ്ങുക. എൻ്റെ കർത്താവ് എനിക്ക് ഒരുക്കുന്ന
ആ വ്യക്തിയെ തന്നെ ലഭിക്കേണ്ടതിനും ആ വ്യക്തിയെ ലഭിച്ചാൽ ആ വ്യക്തിയുടെ കൂടെ എങ്ങനെ ജീവിക്കണമെന്നും നമുക്ക് അങ്ങനെ പ്രാർത്ഥിക്കുക. പത്രോസിന്റെ ലേഖനത്തിൽ പറയുന്നുണ്ട്, ഭാര്യമാര് നിങ്ങളുടെ ഭർത്താക്കന്മാര് കർത്താവിനെ അറിഞ്ഞിട്ടില്ലാത്തവരാണെങ്കിൽ അവര് നിങ്ങളുടെ സൗമ്യമായ നടപ്പ് കണ്ടറിഞ്ഞ് അവർ വിശ്വാസത്തിലേക്ക് വരാൻ ഇടയാകും. അതിന് ഒരു ഉത്തമ മാതൃക. അത് തന്നെയാണ് 1 പത്രോസ് 3-ാം അധ്യായം അനുസരിച്ചാണ് എൻ്റെ ഭർത്താവ്, എൻ്റെ നടപ്പ്, എൻ്റെ ഒരു കാര്യത്തില് ലൗകിക വിഷയങ്ങൾ ഞാൻ കോംപ്രമൈസ് ചെയ്യില്ല എന്ന് ഓപ്പണായിട്ട് പുള്ളിക്കാരനോട് ഞാൻ പറഞ്ഞു. അത് പുള്ളിക്ക് മനസ്സിലായി. തന്നെയല്ല, ഞങ്ങളുടെ ജീവിതാനുഭവങ്ങൾ നേരിട്ട് അറിയാവുന്നതുകൊണ്ട് എൻ്റെ ഫാദറിലോയും പുള്ളിക്ക്. വേറൊന്ന്, എൻ്റെ കൊച്ചുമക്കൾ 5 കൊച്ചുമക്കളുണ്ട്. ഒരു 12 വയസ്സാകുമ്പോൾ ഞാൻ പറയും, നിങ്ങൾ നിങ്ങളുടെ സ്പൈസസിന് വേണ്ടി പ്രാർത്ഥിക്കുക. കൊച്ചു കുഞ്ഞുങ്ങൾ 12 വയസ്സ്, ഇപ്പൊ അതിനും 10 വയസ്സിൽ വരെ പറയണം ഇപ്പോഴത്തെ അറിവ് അനുസരിച്ച്. ഞാൻ 12 വയസ്സാകുന്ന കുഞ്ഞുങ്ങളോട് പറയും, നിങ്ങളുടെ മാരേജ് പാർട്ട്ണറിന് വേണ്ടി ഇപ്പോഴേ പ്രാർത്ഥിക്കാൻ പറയും. ഞാൻ അവരോട് കാണുമ്പോഴൊക്കെ അവരുടെ അനുഭവങ്ങൾ പറയും. എൻ്റെ അനുഭവങ്ങൾ ഞാൻ അവരോട് പറയും. ഞാൻ അത് അങ്ങനെ, അതുകൊണ്ട് എൻ്റെ 5 കൊച്ചുമക്കളും കല്യാണം കഴിച്ചു. നല്ല ഇനി ഒരു മോനും കൂടെ ഉള്ളു കല്യാണം കഴിക്കാൻ. അവരെ പ്രിപ്പയർ ചെയ്യാനായിട്ട് എനിക്ക് ധൈര്യം കിട്ടി. അല്ല, എൻ്റെ ഹസ്ബൻഡ് അങ്ങനെ ആണെങ്കിൽ പോലും പുള്ളി രക്ഷിക്കപ്പെട്ടു. പുള്ളി നല്ലൊരു മനുഷ്യനായി തീർന്നു. ഞാൻ പറഞ്ഞില്ലേ, 50 വർഷത്തെ കുടുംബജീവിതം. പുള്ളി മരിക്കുമ്പോൾ ഞാൻ ബേബി മാത്യൂസിന്റെ ഭാര്യയായി തീർന്നു. പുള്ളിയെ എല്ലാവർക്കും, ഇന്ത്യയിലും കേരളത്തിൽ ആരോട് ചോദിച്ചാലും ബേബി മാത്യൂസിനെ ചോദിച്ചോ അവർക്കറിയാം. നല്ല മനുഷ്യൻ. എങ്ങനെയാണ് അങ്ങനെ ആയി തീർന്നത്? അതിന്റെ വില കൊടുത്തത് ഞാൻ. എൻ്റെ കണ്ണുനീര് ഇടപെടാതെ പ്രാർത്ഥിക്കാൻ കർത്താവിനെ പഠിപ്പിച്ചു. ഈ വേദിയിൽ തന്നെ ഒരുപക്ഷെ ഭർത്താവ് വിശ്വാസത്തിൽ അല്ലാതെ ഭാര്യമാര് മാത്രം വിശ്വാസത്തിൽ വന്ന അനേകര് നമ്മളുടെ ഈ വേദിയിലുണ്ട്. അവർക്ക് ഇതൊരു മുന്നറിയിപ്പാകട്ടെ. ഇത്രയും നമ്മളുടെ അടുക്കൽ ഇരിക്കുന്ന ഈ മാതാവ് പറഞ്ഞൊരു കാര്യം, എന്നെ മോൾഡ് ചെയ്യാനായിരുന്നു എൻ്റെ ഭർത്താവിനെ എനിക്ക് ദൈവം തന്നത്. ഇതിന് നിങ്ങൾ നേരിട്ട് കേട്ട കാര്യങ്ങളാണ്. അതുകൊണ്ട് ഭർത്താവ് വിശ്വാസത്തിൽ വന്നിട്ടില്ല എങ്കില് നിങ്ങളെ തന്നെ മോൾഡ് ചെയ്യാനാണ് ആ ഭർത്താവിനെ നിങ്ങൾക്ക് തന്നത് എന്നുള്ള ഉത്തമ വിശ്വാസത്തോടു കൂടി മുമ്പോട്ട് പോവുക. കർത്താവ് വാക്കുമാറുന്നവനല്ല. ആ വ്യക്തിയെ കൂടെ നിങ്ങളോടൊപ്പം ചേർത്ത് തരുവാൻ കർത്താവ് മതിയായവനാണ്. നല്ല ഒരു ചലഞ്ചിങ് ആയിട്ടുള്ള ഒരു കാര്യം ഞങ്ങൾക്ക് പകർന്നു തന്നതിനായിട്ട് ഞങ്ങൾ ദൈവത്തെ സ്തുതിക്കുന്നു. ഇനി കുടുംബിനി ആയപ്പോൾ ഉണ്ടായ മാനസിക വേരിയേഷൻ അതിൽ കൂടെ അമ്മമ്മ പറഞ്ഞു കഴിഞ്ഞു. എന്ന് പറഞ്ഞാല്, ഞാൻ ഭരിക്കപ്പെടേണ്ടവളാണ് എന്നുള്ള കർത്താവിന്റെ വാഗ്ദത്തത്തോട് അമ്മാമ്മ എങ്ങനെയാണ് പ്രതികരിച്ചത്? ഞാൻ ഇത് ചോദിക്കാൻ കാര്യം, അനേക പെൺമക്കളും ഈ ഒരു കാര്യം, അതായത് ഉൽപ്പത്തി പുസ്തകം 3-ാം അധ്യായം അതിന്റെ 14-ാം വാക്യമാണെന്ന് തോന്നുന്നു, നിന്റെ ആഗ്രഹം അവനോടാകും, അവൻ നിന്നെ ഭരിക്കും. ആ ഒരു വാക്യം കുഞ്ഞുങ്ങൾക്ക് ഇന്നത് അക്സെപ്റ്റ് ചെയ്യാനായിട്ട് വളരെ ബുദ്ധിമുട്ടുള്ള കാര്യമാണ്. ആ കാര്യത്തോട് എങ്ങനെയാണ് 16-ാം വാക്യമാണ്, എങ്ങനെയാണ് അമ്മാമ്മയ്ക്ക് പ്രതികരിക്കാനായിട്ട് കഴിഞ്ഞത്, ഇടപെടാൻ കഴിഞ്ഞത്? കുടുംബജീവിതത്തിൽ അത് ഞാൻ പറഞ്ഞല്ലോ, ഞാൻ പുള്ളിക്കാരന് വേണ്ടി പ്രാർത്ഥിച്ചപ്പോ ദൈവം പറഞ്ഞ, നീ നന്നായാ മതി. മക്കളുണ്ടായി. ഞങ്ങൾ 3 മക്കളാണ് ഉണ്ടായത്. ഞങ്ങള് നോർത്ത് ഇന്ത്യയിലായിരുന്നു. കേരളത്തിൽ നിന്ന് 61-ല് നാട് വിട്ടതാണ്. കേരളത്തിൽ പോയി. ഞങ്ങളുടെ കുടുംബ ജീവിതത്തില് പുള്ളിക്കാരൻ എപ്പോഴും എന്നോട് പറയുന്ന ഒരു കാര്യമുണ്ട്, ആത്മീയ വിഷയങ്ങൾ നീ നോക്കിക്കോ, ബാക്കി കാര്യങ്ങൾ ഞാൻ നോക്കിക്കോളാം. അതെനിക്ക് വിട്ടു തന്നു. അതുകൊണ്ട് രാവിലെയും വൈകിട്ടും ഞങ്ങളുടെ കുടുംബ പ്രാർത്ഥനയിലാണെങ്കിലും പിള്ളേർക്ക് വചനം പറഞ്ഞു കൊടുക്കുന്ന, വാക്യങ്ങൾ പറഞ്ഞു കൊടുക്കുന്ന, മെമ്മറൈസ് ചെയ്യിക്കുന്നത്, ചെന്ന സ്ഥലത്തൊക്കെ സൺഡേ സ്കൂൾ എടുക്കുന്ന, സഹോദരിമാരുടെ യോഗം എടുക്കുന്നൊക്കെ എനിക്കത് വിട്ടു തന്നു. എന്നാൽ എനിക്കൊരു സെപ്റ്റിപ്പിൻ പോലും വാങ്ങിക്കുന്ന എൻ്റെ ഭർത്താവായിരുന്നു. എനിക്ക് കടയിൽ പോകാൻ അറിഞ്ഞുകൂടായിരുന്നു. ഷോപ്പിംഗ് ഞാൻ പഠിച്ചിട്ടില്ല. വീട്ടിലെ എല്ലാ കാര്യം ഭംഗിയായിട്ട് പുള്ളിക്കാരൻ നോക്കുമായിരുന്നു. എന്നെ വളരെ സ്നേഹിക്കുമായിരുന്നു. കാരണം ഞാൻ ഒരിക്കലും വഴക്കിടാൻ പോയില്ല. നിങ്ങൾ അങ്ങനെയാണല്ലോ, നിങ്ങൾ ഇങ്ങനെയാണല്ലോ എന്നൊന്നും പുള്ളിയെ കുറ്റം പറയാൻ പോയിട്ടില്ല. എൻ്റെ പ്രാർത്ഥനാ ജീവിതം കണ്ട്, എൻ്റെ ജീവിതം കണ്ടിട്ടാണ് പുള്ളി മാനസാന്തരപ്പെട്ടത്. പത്രോസിന്റെ ലേഖനത്തിൽ പറയുന്ന പോലെ തന്നെയായിരുന്നു. പല കാര്യങ്ങളും എനിക്ക് ഇഷ്ടമില്ലാത്തതാണെന്ന് പുള്ളിക്ക് അറിയാം. ഞാൻ പറഞ്ഞിട്ടുണ്ട്, ലൗകിക വിഷയങ്ങൾ, ഭൗതിക വിഷയങ്ങൾ എനിക്ക് ഇഷ്ടമല്ല.
അതെന്നെ അടിച്ചേൽപ്പിക്കാൻ ശ്രമിക്കരുതെന്ന് ആരംഭം തുടങ്ങി ഞാൻ പറയുമായിരുന്നു. പിന്നെ ഞങ്ങളുടെ ഭവനത്തിലൊക്കെ വരുമ്പോ പുള്ളിക്കാരന്റെ വീട്ടിൽ അധികം ആളുകളില്ല. എന്റെ വീട്ടിൽ വരുമ്പോ ഞങ്ങൾ 9 മക്കൾ ഒന്നിച്ചുള്ള പാട്ട്, പ്രാർത്ഥന, ഞങ്ങളുടെ ആത്മീയ ജീവിതം പുള്ളിക്കാരനെ വളരെ ആകർഷിച്ചു. എന്റെ മാതാപിതാക്കന്മാര്, അതുപോലെ എന്റെ സഹോദരന്മാര്, സഹോദരിമാര്, അവർക്കൊക്കെ പുള്ളിക്കാരനെ വളരെ ഇഷ്ടമായിരുന്നു. എന്റെ അമ്മയ്ക്ക് എന്നേക്കാൾ ഇഷ്ടം പുള്ളിക്കാരനെ ആയിരുന്നു. അപ്പൊ അങ്ങനെ ആ സ്നേഹം കൊണ്ട് പുള്ളിക്കാരനെ ഞാൻ നേടിയെടുത്തു. അതുപോലെ കുടുംബജീവിതത്തില് ഭരിക്കാനൊന്നും ഞാൻ പോയില്ല. എനിക്ക് അതിന്റെ ആവശ്യമില്ലായിരുന്നു. പക്ഷേ പുള്ളിക്കാരൻ ആത്മീയ ജീവിതത്തിൽ പുള്ളിക്കാരന്റെ തെറ്റ് പുള്ളിക്ക് മനസ്സിലായി. പുള്ളി പറഞ്ഞു, നീ മക്കളെ ആത്മീയ വിഷയങ്ങൾ നീ നോക്കണം. ഞാനത് പാലിച്ചു. അതിന്റെ ഫലമായിട്ട് മക്കളെല്ലാവരും കർത്താവിന്റെ ഭാഗത്ത് വന്നു. പുള്ളിക്കാരൻ വളരെ, ഞങ്ങൾ അമേരിക്ക വന്നതിന് ശേഷം, വാസ്തവം പറഞ്ഞാൽ അമേരിക്ക വന്നതിന് ശേഷമാണ് പുള്ളിക്കാരൻ വളരെ വചനം പഠിക്കണമെന്നുള്ള ആഗ്രഹം തുടങ്ങി. പുള്ളി അല്ലെങ്കിലും ഞങ്ങൾ നാട്ടിലായിരുന്നപ്പോ കല്യാണം കഴിഞ്ഞ് KG കുര്യച്ചന്റെ ബൈബിൾ ക്ലാസ്സിൽ പോയാണ് പുള്ളി രക്ഷിക്കപ്പെട്ട് സ്നാനപ്പെട്ടതൊക്കെ, അതൊക്കെ വേറെ വിഷയം. എന്നാൽ അതിന് ശേഷം ആത്മീയമായിട്ട് പുള്ളിക്ക് വചനം പഠിച്ച് നല്ലൊരു ആത്മീയനാകണം എന്നുള്ള ആഗ്രഹം വന്നു തന്നെ ഈ അമേരിക്കയിൽ വന്നതിന് ശേഷമാണ്. അതുവരെ ക്ഷമയോടുകൂടെ, പ്രാർത്ഥനയോടുകൂടെ, ഞാൻ ഒരിക്കലും പുള്ളിയെ ഭരിക്കാൻ പോയിട്ടില്ല. പുള്ളി എന്നെ ഭരിക്കുമായിരുന്നു. ഭരിക്കുമെന്ന് പറഞ്ഞാൽ ഞങ്ങൾ നല്ല സ്നേഹമായിട്ട്, ഞങ്ങളുടെ പുറമേ ഉള്ള ജീവിതം മറ്റുള്ളവരുടെ മുമ്പാകെ എപ്പോഴും പറയും, ഇവരെ പോലെ വേണം ഇവരെ. അപ്പൊ എന്നെ പുള്ളി പറയും, ഒന്നും ഒരിക്കലും ആരും ആഗ്രഹിക്കല്ലേ എന്ന് പറയുമായിരുന്നു. എന്നാൽ ഞങ്ങളുടെ ബാഹ്യ ജീവിതം അനുഗ്രഹിക്കപ്പെട്ടൊരു ജീവിതമായിരുന്നു. അത് ഇന്ന് ആ പുള്ളിമാരിക്ക് 50 വർഷത്തെ ഞങ്ങളുടെ കുടുംബജീവിതം അനുഗ്രഹിക്കപ്പെട്ട ഒരു ജീവിതം ആക്കി തീർത്തത് എനിക്ക് നല്ലൊരു അടിസ്ഥാനം കിട്ടിയതുകൊണ്ടും ഞാൻ ഈ വചനത്തിൽ വേരൂന്നി വളർന്നതുകൊണ്ടും ഞാൻ വളരെ താഴ്മയോടുകൂടെ, ഞാൻ പുള്ളിക്കാരനെ ഒരിക്കലും ഒരു കുറ്റവും പറയാറില്ല. നിങ്ങൾ അങ്ങനെയല്ലേ ഇങ്ങനെയല്ലേ. പക്ഷെ എന്റെ ജീവിതം കൊണ്ട് പുള്ളിക്കാരന് എന്നെ ഭയമായിരുന്നു. കാരണം ദൈവഭയം. അപ്പൊ പുള്ളിക്ക് വചനം പഠിക്കണമെന്ന് ആഗ്രഹം തോന്നി, പഠിക്കാൻ തോന്നി. പുള്ളി നല്ലൊരു മനുഷ്യനായി തീർന്നു. അപ്പം ഇത് പ്രാർത്ഥനയാണ് സഹോദരിമാരെ. ഞാൻ പ്രാർത്ഥിക്കും. പ്രേ വിതൗട്ട് സീസിങ്. ഞാൻ പഠിച്ചത് എന്റെ അനുഭവങ്ങളാണ്. ഒരുപാട് തിക്താനുഭവങ്ങൾ ഉണ്ടായപ്പോഴൊക്കെ, പരിശോധനകൾ നേരിട്ടപ്പോഴൊക്കെ ഞാൻ വേദപുസ്തകം പോയി എടുത്ത്, ആദ്യം ഒരു പരിശോധന വന്നപ്പോ 41 ഏശയ്യാ 41:10 എടുത്തിട്ട് ഞാൻ കൈവച്ചു, ഞാൻ വായിച്ചു കേൾപ്പിച്ചു. നിങ്ങൾക്ക് ഇത് വിശ്വാസം ഉണ്ടോന്ന് ചോദിച്ചു. പുള്ളിക്ക് വിശ്വാസം പേടിയാ, എല്ലാത്തിനും ഒരു പേടിയാ. വേഗം കൈവച്ച് മുട്ട നിന്ന് പ്രാർത്ഥിച്ചു. ആ പരിശോധനയിൽ നിന്ന് ഞങ്ങൾക്ക് വലിയൊരു വിടുതൽ ലഭിച്ചപ്പോ പുള്ളിക്ക് വിശ്വാസം വന്നു. അങ്ങനെ ഓരോ പ്രാവശ്യവും വരുമ്പോൾ ഈ വചനത്തിൽ കൂടെ എനിക്ക് പുള്ളിക്കാരനോട് പറയാനും ഓരോ കാര്യങ്ങൾ പറയാത്ത പുള്ളിക്കാരൻ അപ്പൊ വചനത്തോടുള്ള ആഗ്രഹം വർദ്ധിച്ചു. അവസാന കാലങ്ങളിലൊക്കെ വളരെ നല്ലൊരു മനുഷ്യനായിട്ട് നല്ല സാക്ഷ്യം വഹിച്ചുകൊണ്ട് കടന്നുപോയി. ആ വിജയത്തിന് വേണ്ടി ഞാൻ ദൈവത്തിന് സ്തോത്രം ചെയ്യുന്നു. കർത്താവിന്റെ മഹത്വം. ഇനി അമ്മമ്മ മക്കളെ 3 പേരെ തന്നു എന്ന് പറഞ്ഞു. ഇനി എത്ര തലമുറകളെ കാണാനായിട്ട് ഇടയായി? തന്നെയുമല്ല, ആത്മീയ കാര്യങ്ങളിൽ അമ്മാമ്മയുടെ മാതാവ് വളരെ കർക്കശക്കാരിയായിരുന്നു എന്ന് പറഞ്ഞല്ലോ. അതുപോലെ അമ്മാമ്മ മക്കളോടുള്ള ബന്ധത്തിൽ ആത്മീയ കാര്യങ്ങളിൽ വളരെ കർക്കശക്കാരിയായിരുന്നുവോ? നമ്മുടെ വചനത്തിലുള്ള ലോവീസിനെയും ഞാനും കർക്കശക്കാരി തന്നെയായിരുന്നു. പോലെ തൃപ്തികരമായിട്ടാണോ ഇപ്പൊ പോകുന്നത്? ഞാൻ കർക്കശക്കാരിയായിരുന്നു. ഞാൻ ഒരു ഉദാഹരണം പറയാം. ഞാന് പഠിച്ചു, നോർത്ത് ഇന്ത്യയിൽ പോയി. പിന്നെ ഞാൻ എൻ്റെ പോസ്റ്റ് ഗ്രാജുവേറ്റ് കോഴ്സ് എടുത്ത് ഞാൻ സിസ്റ്റർ ട്യൂട്ടർ ആയിരുന്നു. സ്കൂൾ ഓഫ് നഴ്സിംഗിൽ പഠിപ്പിക്കുകയായിരുന്നു. അപ്പൊ നോർത്ത് ഇന്ത്യയിൽ ഞങ്ങൾ പോയ സഭയില് നോർത്ത് ഇന്ത്യക്കാരും ആന്ധ്രക്കാരും ഒക്കെ ഉള്ളതാണ്. ആഭരണങ്ങൾ ധരിക്കുന്നവരായിരുന്നു. അപ്പൊ എന്റെ ഭർത്താവിന് ഒരു മോഹം, എനിക്കൊരു മാല വാങ്ങിത്തരണമെന്ന്. പുള്ളി എനിക്ക്, അതൊരു ചെറിയ ഉദാഹരണമാണ്. എനിക്കൊരു മാല വാങ്ങി എന്റെ കഴുത്തിൽ കെട്ടിത്തന്നു. ഞാൻ പറഞ്ഞു, അയ്യോ എനിക്ക് വേണ്ട, ഇത് അറപ്പാണ്, ഞങ്ങൾ ധരിക്കാത്തവരാണെന്ന് പറഞ്ഞു. പുള്ളി പറഞ്ഞു, ഓ അതൊക്കെ അതങ്ങനെയാണ്. പുള്ളിക്കാരന്റെ വീട്ടുകാരെല്ലാം മർത്തവക്കാരായതുകൊണ്ട് അവരൊക്കെ ആഭരണം ധരിക്കുന്നത്. എനിവേ, അങ്ങനെ ഇരിക്കെ ഒരു പ്രാവശ്യം ഞങ്ങളുടെ ഓൾ ഇന്ത്യ സിസ്റ്റേഴ്സ് കോൺഫറൻസ് വന്നപ്പോൾ മധ്യപ്രദേശിൽ നിന്ന് എന്റെ പേരാണ് വന്നത്. ബാംഗ്ലൂരില് ഒരു ഹോട്ടലിൽ താമസിക്കണം ഞാൻ വന്നു. അപ്പൊ പോരുമ്പോ ബാംഗ്ലൂരിൽ നിന്ന് അങ്കമാലിയിലേക്ക് ഒരു ഓവർനൈറ്റ് ജേർണിയേ ഉള്ളൂ. അപ്പൊ ഒരു ദിവസം വീട്ടിൽ പോയി എന്റെ പാരന്റ്സിനെ കാണണം. അപ്പൊ ഞാൻ പോകാൻ നേരത്തെ, അയ്യോ ഇതും കൊണ്ട് ഞാൻ എങ്ങനെ, ഞാൻ കെട്ടിയതാണ്, എടുത്തേക്കരുത്. പുള്ളി കർക്കശക്കാരനാ. അതും കെട്ടിക്കൊണ്ട് അങ്ങ് പോയി. അവിടെ ചെന്ന് ചുരുക്കി പറഞ്ഞാല് ഞാൻ ഇതും കൊണ്ട് വീട്ടിൽ ചെന്നു. ചുരുക്കി പറയാം, ഒരുപാട് എന്റെ ഇടയ്ക്കൊക്കെ ഉണ്ടായത്.
വീട്ടിൽ ചെന്ന് അപ്പം എന്നെ സ്വീകരിക്കാൻ വന്ന എൻ്റെ ഒരു ബ്രദറാണ്. ഞാൻ സാരിയൊക്കെ പുതച്ച് ഒന്നും കാണിക്കാതെയൊക്കെയാ പോയിരിക്കുന്നത്. ഞാൻ അതങ്ങ് പൊട്ടിച്ചെടുത്ത് വെച്ചാൽ മതിയായിരുന്നു. എന്റെ മണ്ടത്തരം. എന്റെ അമ്മ വന്നിരുന്നു. പുറത്തൊക്കെ നടന്നു. ഞാൻ വന്ന് എല്ലാരും വന്ന് എന്നെ സ്വീകരിച്ചു. അമ്മയെ കാണുന്നില്ല. അമ്മ അവിടെയൊക്കെ നടന്നേച്ച് അമ്മ വന്ന് സോഫയിൽ അങ്ങ് ഇരുന്ന് ഞാൻ അവിടെ ചിരിച്ചു മറിഞ്ഞത് അവിടെ ചെന്നിരുന്നു. നിന്റെ കഴുത്തിന്ന് ആ വിഗ്രഹം എടുത്തിട്ട് എന്നോട് മിണ്ടിയാ മതി. അമ്മ ഒരു അലർച്ചയായിരുന്നു, ഒരു കരച്ചിലായിരുന്നു. ഞാൻ പറഞ്ഞു, എന്റെ അമ്മേ ഇതൊന്നും സാരമില്ല, നോർത്ത് ഇന്ത്യയിൽ എല്ലാരും ഇടും, അതായത് അമ്മ സമ്മതിക്കില്ല. അമ്മ പറയും, നിന്റെ അഹങ്കാരം, നീ എന്താ വിചാരിച്ചിരുന്ന് ഞങ്ങൾ പണക്കാരല്ലാന്നാണോ, ഞങ്ങൾക്ക് പണമില്ലാഞ്ഞിട്ടാണോ, അതാണ്. അമ്മ അങ്ങ് ഭയങ്കര ഇത് കേട്ടുണ്ട്. എന്റെ ഫാദർ മുറിയിൽ പുറത്തു വന്നു. എന്നോട് പറഞ്ഞു, മോളെ നീ മധ്യപ്രദേശിൽ നിന്റെ ശരീരം മുഴുവൻ ആഭരണമാണ്, ഞങ്ങൾക്കൊരു കുഴപ്പമില്ല. ഇവിടെ നമുക്കൊരു സാക്ഷ്യമുണ്ട്. ഇപ്പൊ അയൽക്കാരൊക്കെ വരും നിന്നെ കാണാൻ. നമ്മൾ ആഭരണം ധരിക്കാത്തവരാണെന്ന ഒരു സാക്ഷ്യമുണ്ടല്ലോ, അത് നീ കളയരുതെന്ന്. ഞാൻ അന്നേരം തന്നെ അത് പൊട്ടിച്ചെടുത്ത് ബാഗിലിട്ട് തിരിച്ചു വന്ന് പുള്ളിക്കാരന്റെ മേലെ എറിഞ്ഞു കൊടുത്തു. ഇനി മേലാൽ എന്നോട് ഇത് പറഞ്ഞേക്കരുതെന്നും പറഞ്ഞുകൊണ്ട്. അത് ഒരനുഭവം. അപ്പം ആ സാക്ഷ്യം, നമ്മൾ ഈ ആഭരണമാണ് ഇപ്പൊ അമേരിക്കയിൽ എല്ലാവരും നമ്മളെ പിള്ളേരെ എല്ലാം ആഭരണം ഇടുക. എന്ത് ചെയ്യാൻ അവര് പറയുന്ന അങ്ങനെയൊന്നും വേദപുസ്തകത്തിലില്ല. അവർക്ക് പല ന്യായങ്ങളാ പറയുന്നത്. ഞാൻ കല്യാണം കഴിപ്പിക്കുന്നവരെ എഴുതിച്ചിട്ടില്ല. കല്യാണം കഴിഞ്ഞ് ഭർത്താക്കന്മാര് മേടിച്ചു കൊടുത്താൽ ഇപ്പൊ എന്തോ ചെയ്യാൻ പറ്റും. അതൊന്ന്. പിന്നെ ഞാൻ വളരെ സ്ട്രിക്റ്റ് ആയിരുന്നു. പല കാര്യങ്ങളിലും അതിനും പറയുന്നതിലും പഠിപ്പിക്കുക. എന്റെ ജീവിതം ഞാൻ മാതൃക പിള്ളേർക്കറിയാം. 5 കൊച്ചുമക്കളും എന്റെ ബർത്ത്ഡേക്കൊക്കെ വരുമ്പോ 60ാമത്തെ 70ാമത്തെ വരുമ്പോ ഈ 5 കൊച്ചുമക്കളും പറയുന്ന ഒരു കാര്യം, ഞങ്ങൾക്ക് അമ്മച്ചിയെ പോലെ ആവണം. അമ്മച്ചി ഞങ്ങളെ ഡിസിപ്ലിൻ ചെയ്തു. അമ്മച്ചി ഞങ്ങളെ വായിക്കുമ്പോഴേ വെക്കേഷനൊക്കെ വരുമ്പോ ഞാൻ പിള്ളേർക്ക് അസൈൻമെന്റ് കൊടുക്കും. 34 സങ്കീർത്തനം അല്ലെങ്കിൽ ഇന്ന സംഗീതം എല്ലാരും പഠിച്ചുകൊണ്ട് വരണം. അപ്പൊ എല്ലാം വീട്ടിലാ രാവിലെ കൊടുക്കും, വൈകുന്നേരം എല്ലാരും നിന്ന് ഇത് പറഞ്ഞു കേൾപ്പിക്കണം. പിള്ളേർ എപ്പോഴും പറയായിരുന്നു, അമ്മച്ചി ഞങ്ങളെ ഡിസിപ്ലിൻ ചെയ്യുമായിരുന്നു. ഞങ്ങൾക്ക് അമ്മച്ചിയെ പോലെയാണ്. എനിക്കത് മതി. അത്ര ഒരു സാക്ഷ്യം എനിക്ക് കിട്ടി. ദൈവത്തിന് സ്തോത്രം. ഒരുപാട് പറയാനുണ്ട്, പക്ഷേ എൽസിമമ്മയുടെ മക്കള് കേൾക്കുന്നുണ്ടെങ്കില്, കൊച്ചുമക്കള് കേൾക്കുന്നുണ്ടെങ്കില്, നിങ്ങൾക്ക് ഇത്രയും അനുഗ്രഹിക്കപ്പെട്ട ഒരു അമ്മയെ, ഒരു വല്യമ്മയെ ദൈവം തന്നതോർത്ത് നിങ്ങൾ ദൈവത്തെ സ്തുതിക്കുക, ദൈവത്തിന് മഹത്വം കരയറ്റുക. ഈ മാതൃക നിങ്ങൾ പിന്തുടരുക. ഇനി 4 തലമുറ വരെ കണ്ടു കർത്താവിന്റെ മഹത്വം, സകല മഹത്വവും കർത്താൻ. ഈ റീസെന്റ്ലി ആണെന്ന് തോന്നുന്നു ഒരു വാവ, അല്ലേ? 3 കൊച്ചുമക്കള്. അത് 3 പേരുടെയും കല്യാണം ഏകദേശം അടുത്തടുത്തായിരുന്നു. 3 പേരും ഒരുപോലെ തന്നെ. നവംബറിൽ 1, ഡിസംബറിൽ 1, ജാനുവരിയിൽ 1. അതിന് മുമ്പേ മൂത്ത കൊച്ചുമോൾക്ക് 2 കൊച്ചുങ്ങൾ ആദ്യം ഉണ്ടായി. അങ്ങനെ 5 കൊച്ചുമക്കള്, ഗ്രേറ്റ് ഗ്രാൻഡ്സ്. ഓക്കെ അമ്മ, വളരെ നന്ദിയുണ്ട്. ഇനി സഭയോടുള്ള ബന്ധത്തില് വചനാടിസ്ഥാനത്തിൽ ഏതെല്ലാം നിലകളില് അമ്മാമയ്ക്ക് പങ്കാളിത്തം ഉണ്ടായിരുന്നു? ഒന്ന്, വിധവ എന്ന നിലയ്ക്ക്, ജ്യേഷ്ഠ സഹോദരി എന്ന നിലയ്ക്ക് തീത്തോസ് 2:4-5 പ്രകാരം തന്റെ ഉത്തരവാദിത്തങ്ങൾ ആവതുപോലെ ചെയ്തു എന്ന തൃപ്തി ഉണ്ടോ? ദൈവദാസന്മാരെ ആദരിക്കുന്നതില് അതും കൂടെ ഈ കൂടെ ഒന്ന് വേഗത്തിൽ പറഞ്ഞു പോയാൽ സന്തോഷം. ഞാൻ ചെന്നിടത്തല്ല, ഞാൻ സൺഡേ സ്കൂളിൽ പഠിച്ച അങ്കമാലിലാണ്. കല്യാണം കഴിച്ചു. ഞങ്ങൾ നേരെ നോർത്ത് ഇന്ത്യയിൽ പോയി 61. ചെന്നിടത്തെല്ലാം ഈവൻ തിരുവല്ലായിൽ ഞാൻ പഠിച്ചുകൊണ്ടിരുന്നപ്പോൾ പോലും സൺഡേ സ്കൂൾ എടുക്കാനും അവിടുത്തെ വേലക്കാരുടെ ഇടയിൽ ക്ലാസ് എടുക്കാനും എനിക്ക് ഇത് കിട്ടിയിട്ടുണ്ട്. ഞാൻ നോർത്ത് ഇന്ത്യയിൽ പോയപ്പോഴെല്ലാം സൺഡേ സ്കൂൾ പഠിപ്പിക്കുന്ന ഒരു കാര്യം ഞാനായിരുന്നു. സഹോദരിമാരുടെ യോഗം ഞാൻ അന്വേഷിക്കുമായിരുന്നു. അതുപോലെ തന്നെ അമേരിക്കയിൽ വന്നിട്ടും ഞാൻ വന്ന സമയത്ത് 76-ലാണ് അമേരിക്ക വരുന്നത്. ഒരു ഇന്ത്യൻ അസംബ്ലിയിലാണ് വന്നത്. അവിടെ സഹോദരിമാരുടെ യോഗം ഇല്ലായിരുന്നു. ഞാൻ സഹോദരിമാരോട് പറഞ്ഞു, സഹോദരിമാരെ നമുക്കൊരു സഹോദരിമാരുടെ യോഗം വേണമല്ലോ. പലരും അത് വേണം ഇതാണ്. എനിവേ സഹോദരിമാരുടെ യോഗം ആരംഭിച്ചു. അങ്ങനെ അന്നു മുതൽ ഞാൻ ന്യൂയോർക്കിൽ നിന്ന് അല്ലാതെ വരുന്നത് വരെ സഹോദരിമാരുടെ യോഗത്തിൽ പങ്കുചേരാൻ സാധിച്ചു. ഇവിടെ ഞങ്ങൾ ഒരു അമേരിക്കൻ അസംബ്ലിയിലാണ് പോകുന്നത്. അവിടെയും സഹോദരിമാരുടെ ഇടയിൽ നല്ലൊരു സാക്ഷ്യം പുലർത്താൻ കർത്താവ് എനിക്ക് കൃപ തന്നു.
അതുപോലെ തന്നെ മറ്റ് അതിഥി സൽക്കാരം. ഇന്ന് നാട്ടിലുള്ള മിക്കവാറും സുവിശേഷന്മാർ അമേരിക്കയിൽ വരുമ്പോൾ ന്യൂയോർക്കിലായിരുന്നപ്പോൾ എന്റെ ഭർത്താവ് ഭയങ്കര അതിഥി സൽക്കാരപ്രിയനായിരുന്നു. ഞങ്ങളുടെ വീട്ടിലാണ് അവർ താമസിക്കുമ്പോൾ ഞാൻ ജോലിയും ചെയ്ത് വന്ന് അവർക്ക് ഇഷ്ടമുള്ള ഭക്ഷണം എല്ലാം ഉണ്ടാക്കി ഒരു പിറുപിറുപ്പും കൂടാതെ അതിഥി സൽക്കാരം ചെയ്യും. ഞങ്ങൾ രണ്ടുപേരും ഒരുപോലെ. എന്റെ ഭർത്താവിന് അത് ഒന്നാം സ്ഥാനം. അങ്ങനെ പലരും വന്ന് വീട്ടിൽ താമസിക്കാനും അവർ അതിഥി സൽക്കാരത്തിന് തന്നു. അത് ഇന്ന് എന്റെ മക്കള് കണ്ടിന്യൂ ചെയ്യുന്നു. അന്ന് മക്കൾ ചോദിക്കാൻ എന്തിനാ മമ്മി ഇത്രയും ഇങ്ങനെയൊക്കെ ചോദിക്കുമ്പോൾ ഞാൻ പറയും, മക്കളെ, ദൈവമക്കൾ വന്ന് നമ്മുടെ വീട്ടിൽ ഒന്ന് പ്രാർത്ഥിച്ചാൽ ഈ ചുമരുകൾക്ക് അനുഗ്രഹമാണെന്ന് ഞാൻ പറഞ്ഞു കൊടുക്കുമായിരുന്നു. ദൈവമക്കളെ ശുശ്രൂഷിക്കുന്നതുകൊണ്ട് ഈ ചുമര് അവരിവിടെ വന്ന് പ്രാർത്ഥിച്ചാൽ അതിനൊരു ഉദാഹരണം, എന്റെ ഹസ്ബൻഡിന്റെ ജോലി പോയിട്ട് പുള്ളി ജോലി ഇല്ലാതിരിക്കുന്ന സമയത്താണ് KG കുര്യച്ചനും ഭാര്യയും ഞങ്ങളുടെ വീട്ടിൽ വന്ന് താമസിക്കുന്നത്. അങ്ങനെ പുള്ളിക്കാരൻ പോയി. അന്ന് വളരെ പ്രയാസത്തിൽ കൂടെ കടന്നു പോകുന്ന സമയമായിരുന്നു. പക്ഷെ അതൊന്നും കണക്കാക്കാതെ പുള്ളിക്കാരന്റെ ചിട്ട നിങ്ങൾക്ക് അറിയാമോ എന്ന് എനിക്ക് അറിഞ്ഞൂടാ. ഭയങ്കര ചിട്ടക്കാരനാണ്. ഭക്ഷണക്കാരെ പുള്ളി ലിസ്റ്റിങ് തരും. അതുപോലെ വേണം. ഞാൻ നോർത്ത് ഇന്ത്യയിൽ വളർന്നതുകൊണ്ട് കേരള കുക്കിംഗ് പഠിച്ചത് ഇവിടെ വന്ന മീൻകറി ഒന്നും ഉണ്ടാക്കാൻ എനിക്ക് അറിഞ്ഞൂടായിരുന്നു. എനിക്ക് സൗകര്യമാരോടൊക്കെ ചോദിച്ച് എല്ലാം കൊടുത്ത് പുള്ളിക്കാരൻ പോയതിന് ശേഷം ഞങ്ങളെ അനുഗ്രഹിച്ച് എനിക്ക് വേറെ, എന്റെ ഹസ്ബൻഡ് വേറെ എഴുത്തയച്ചു. അങ്ങനെ ഇരിക്കെ എന്റെ ഹസ്ബൻഡ് ഒരു ഇന്റർവ്യൂവിന് പോയി ഇവിടുത്തെ വലിയൊരു ഹോസ്പിറ്റലിൽ. പുള്ളി പറഞ്ഞു എനിക്ക് കിട്ടൂല, കാരണം എനിക്ക് യാതൊരു ആശയമില്ലാന്നിരുന്ന സമയത്ത് പുള്ളിക്കാരൻ ആ ജോലി കിട്ടിയപ്പോൾ പുള്ളി ആദ്യം മുന്നേ KG കുര്യച്ചന്റെ അനുഗ്രഹം. ആ ജോലി കൊണ്ട് പുള്ളി ദൈവമക്കളെ ഒരുപാട് പേരെ സഹായിക്കാൻ പുള്ളിക്കാരന് ഏത് സഹോദരന്മാർ ഞങ്ങളുടെ വീട്ടിൽ വന്നാലും അവർക്ക് വസ്ത്രം, അവർക്ക് കോട്ട്, സൂട്ട്, എന്തൊക്കെ വേണം, വാച്ച്, യു നെയിം ഇറ്റ്. പുള്ളിക്ക് ഞങ്ങൾക്കൊരു ഒരു കബേർഡ് പോലെ ഉണ്ട്. നിറച്ച് സാധനങ്ങൾ പുള്ളി മേടിച്ചു വെച്ചേക്കും. ആര് വന്നാലും അവർക്കെല്ലാം കൊടുക്കാൻ. അത് ഫേമസ് ആണ്. ആരോട് ചോദിച്ചാലും ബേബി മാത്യുവിന്റെ കാര്യം ചോദിച്ചാൽ അവരത് പറയും. അങ്ങനെ അതിഥി സൽക്കാരം കൊണ്ട് ഗായോസിനെ പോലെ തന്നെ എന്റെ ഭർത്താവിന്റെ അതിഥി സൽക്കാരം അതിന് തക്ക തുണയായിട്ട് ഒരു പിറുപിറുപ്പും കൂടാതെ ജോലിയും ചെയ്ത് ചിലപ്പോൾ നൈറ്റ് ഡ്യൂട്ടി ഒക്കെ ചെയ്ത് ഉറക്കമില്ലാതെ ഒരു പിറുപിറുപ്പും കൂടാതെ അതിഥി സൽക്കാരത്തിനുള്ള കൃപദൈവം തന്നു. അതിന്റെ അനുഗ്രഹം ഇന്ന് എന്റെ തലമുറകൾ അനുഗ്രഹിക്കുന്നു. ഞാൻ മകളുടെ കൂടെയാണ് താമസിക്കുന്നത്. അവർ അതിനേക്കാൾ അപ്പുറം അതിഥി സൽക്കാരപ്രിയരാണ്. അങ്ങനെ ഒരു കർത്താവിന്റെ മഹത്വം കേൾക്കുന്ന എല്ലാവരും, ഞാൻ ഉൾപ്പെടെ എല്ലാവരും ഇത് ഒരു മാതൃകയാക്കി മുമ്പോട്ട് പോകാൻ ദൈവം നമ്മളെ സഹായിക്കട്ടെ. നമ്മുടെ മുമ്പിൽ സമയം തീരുകയാണ്. എങ്കിലും 1-2 ക്വസ്റ്റ്യൻസ് കൂടെ ഉണ്ട്. അനേക ലേഖനങ്ങളും പുസ്തകങ്ങളും ഒക്കെ ക്രിസ്തീയ ലോകത്തിന് സംഭാവന ചെയ്തിട്ടുണ്ടല്ലോ. അതില് എന്നാണ് എഴുതാൻ ആരംഭിച്ചതെന്ന് ആദ്യമേ പറഞ്ഞായിരുന്നു 14-ാം വയസ്സില്. ഇനി 16-ാം വയസ്സില് തിരക്കേറിയ കുടുംബജീവിതത്തിന്റെയും അല്ലെങ്കിൽ ഈ ജോലിയുടെയും നടുവില് എങ്ങനെ സമയം കണ്ടെത്തുന്നു? സിസ്റ്റമാറ്റിക് ആയിട്ടാണോ ടൈം ടേബിള് വെച്ചിരിക്കുന്നത്? സാഹിത്യ സൃഷ്ടികൾ ഏതൊക്കെയാണെന്ന് പെട്ടെന്നൊന്ന് പറഞ്ഞു പോകാമോ? പെട്ടെന്ന് പറയാം. കാരണം മുമ്പ് അവന്റെ രാജ്യവും നീതി അന്വേഷിക്കുക, അത് ഞാൻ ചെറുപ്പത്തിലെ പഠിച്ചൊരു കാര്യമാണ്. 16-ാമത്തെ വയസ്സിൽ സൺഡേ സ്കൂൾ പഠിച്ചത് ലാസ്റ്റ് എസ്തറിന്റെ പുസ്തകമാണ്. അതാണ് ഞാൻ ആദ്യം എഴുതിയ ലേഖനം. അത് സുശേഷൻ മാസിക ഇറങ്ങിയ വർഷം അത് ഞാൻ അയച്ചു കൊടുത്തു. ഒരു വെട്ടും തിരുത്തും കൂടാതെ സാർ അത് പരസ്യം ചെയ്തു. എന്റെ പേര് വെച്ചില്ല, ക്രിസ്തുവിൽ എളിയ സഹോദരി. മാസിക വന്ന് എന്റെ ഫാദർ അത് വായിച്ചപ്പോ പറഞ്ഞു, അയ്യോ നല്ലൊരു സഹോദരി. അപ്പൊ എന്റെ സിസ്റ്ററിന് അറിയാമായിരുന്നത് ഞാൻ എഴുതിയതെന്ന്. അപ്പൊ പറഞ്ഞു, ഓ ആ സഹോദരി ഇവിടെ ഉണ്ട്, ആരാ? അപ്പൊ അന്ന് ഞാൻ ചെറുപ്പമാണ്, സ്കൂളിൽ പഠിച്ച 17 വയസ്സാകുന്നേ ഉള്ളൂ. എന്നെ വിളിച്ചു, എന്താ മോളെ പേര് വെക്കാൻ? ഞാൻ പറഞ്ഞു, എന്റെ പേര് പ്രസിദ്ധമാകണ്ട, ലേഖനം ഇല്ല, അതല്ല പേര് വെക്കണം എന്ന് പറഞ്ഞു. എന്റെ ഫാദറാണ് എന്നെ എൻകറേജ് ചെയ്തത്. ME ചെറിയാൻ സാർ എന്നെ എൻകറേജ് ചെയ്തു. അതും വെച്ചുകൊണ്ട് 17-ാമത്തെ വയസ്സിലാണ് ഞാൻ തിരുവല്ലായി പോകുന്നത്. അവിടെ ഞാൻ ലേഖനങ്ങൾ എഴുതി. മദാമ്മമാര് വരെ എന്റെ ലേഖനങ്ങൾ വായിച്ച് എന്നെ എൻകറേജ് ചെയ്തിട്ടുണ്ട്. അവിടെ നിന്ന് കല്യാണം കഴിച്ചു. വളരെ തിരക്കിട്ട ജീവിതമാണെങ്കിൽ പോലും എനിക്ക് അനുഭവങ്ങളെ തന്നു. ആ അനുഭവങ്ങൾ വെച്ചുകൊണ്ട് ലേഖനങ്ങൾ എഴുതാൻ കർത്താവ് സഹായിച്ചു. അന്ന് മുതൽ ഇന്ന് വരെ എന്റെ ലേഖനം എഴുത്ത് ഞാൻ നിർത്തിയിട്ടില്ല. പുസ്തകം എഴുതാൻ തുടങ്ങിയത് ഈ സഹോദരിമാരോടെന്നുള്ള ലേഖനങ്ങളൊക്കെ ഇപ്പൊ ആരോ എന്നോട് പറഞ്ഞു അത് ഒരു പുസ്തകമാക്കാൻ പറഞ്ഞു. ആദ്യം എഴുതിയ പുസ്തകം സഹോദരിമാരോടെന്നുള്ള ലേഖനങ്ങളെല്ലാം വെച്ചുകൊണ്ട് ഒരു പുസ്തകമാണ് എഴുതിയത്. പിന്നെ ഞാൻ എഴുതിയ ക്രിസ്തീയ ഭവനം എന്നൊരു പുസ്തകമാണ്. ക്രിസ്തീയ ഭവനം എങ്ങനെ ആയിരിക്കണം എന്നുള്ളതായിരുന്നു. പിന്നെ വിവാഹവും വിവാഹമോചനവും എന്നുള്ളൊരു പുസ്തകം, അതിന് എനിക്കൊരു പുരസ്കാരമൊക്കെ കിട്ടി. അതൊക്കെ പോട്ടെ.
പിന്നെ ജീവപുസ്തകം എന്ന് പറഞ്ഞ ഒരു കൊച്ചു പുസ്തകം എഴുതി. കാരണം ജീവപുസ്തകത്തിൽ പേരെഴുതുക എന്നുള്ളത് ഇന്ന് പലർക്കും അറിഞ്ഞുകൂടാ. പലരും വിശ്വസിച്ചിരിക്കുന്നത് രക്ഷിക്കപ്പെടുമ്പോഴാണ് ജീവപുസ്തകത്തിൽ പേര് വരുന്നത്. അല്ല, ഞാൻ ജനിക്കുമ്പോഴാണ് നമ്മുടെ പേര് പുസ്തകത്തിൽ വരുന്നത്. ആ മരണം വരെ ദൈവം അത് സൂക്ഷിച്ചു വെക്കും. മരിക്കുന്നത് വരെ ക്രിസ്തുവിനെ സ്വീകരിച്ചാൽ അത് അവിടെ കാണും. മരിക്കുന്ന സമയത്ത് നീ ക്രിസ്തുവിനെ സ്വീകരിച്ചില്ലെങ്കിൽ മാച്ചു കളയും. അതാണ് മോശ പറഞ്ഞ ജീവിതത്തിന് എന്റെ പേര് മാച്ചു കളയണം എന്നൊക്കെ പറയുന്നത്. അതേ അനുസരിച്ച് ഒരു പുസ്തകം അത് എഴുതി. പിന്നെ ഉത്തമ സ്ത്രീ എന്നൊരു പുസ്തകം എഴുതി. അത് ബോത്ത് മലയാളം ആൻഡ് ഇംഗ്ലീഷ്. പിന്നെ പിന്നെ അതിന് ശേഷമാണ് എൻ്റെ ഒരു മകള് മരിച്ച കാര്യം ഞാൻ പറഞ്ഞു തന്നാൽ. അത് ഞങ്ങളെ തീയിൽ കൂടെ കടത്തിവിട്ട ഒരു അനുഭവമായിരുന്നു. 26 വയസ്സുള്ള ഞങ്ങളുടെ മകള് ക്യാൻസർ ആയിരുന്നു. അവൾ മരിച്ചു. അവളുടെ വലിയൊരു സാക്ഷ്യമായിരുന്നു. അവളെ കുറിച്ച് ഞാൻ ഒരു പുസ്തകം എഴുതി. അത് അതിനകത്ത് എഴുതി. അത് ഇങ്ങനെയാണ്: പുഞ്ചിരിക്കൂ, ദൈവം നിന്നെ സ്നേഹിക്കുന്നു. മരണത്തെ കണ്ട് പുഞ്ചിരിച്ച പെൺകുട്ടി എന്നും പറഞ്ഞ ഒരു പുസ്തകം മലയാളത്തിലും ഇംഗ്ലീഷിലും എഴുതി. അത് കഴിഞ്ഞ് ആദിവാസികളുടെ അപ്പോസ്തലൻ എന്ന് പറഞ്ഞിട്ട് നമ്മുടെ നാരായൺ പോൾ എന്ന് പറഞ്ഞിട്ട് ആന്ധ്രാപ്രദേശിൽ നിന്ന് സഹോദരൻ വന്ന് ഞങ്ങളുടെ വീട്ടിൽ താമസിച്ചു. പല പ്രാവശ്യം താമസിച്ചു. ആ അദ്ദേഹത്തെ കുറിച്ച് ഞാനൊരു പുസ്തകം എഴുതിയായിരുന്നു, ആദിവാസികളുടെ അപ്പോസ്തലൻ. പിന്നെ മുള്ളുകളുടെ ഇടയിൽ താമര എന്നൊരു ചെറിയ പുസ്തകം. എൻ്റെ പരിശോധനകളെല്ലാം അത് വായിച്ച് പലർക്ക് അനുഗ്രഹമായി തീർന്നു പറഞ്ഞപ്പോൾ ഞാൻ എൻ്റെ ഓട്ടോബയോഗ്രഫി എഴുതി. അതും മുള്ളുകളുടെ ഇടയിൽ താമര എന്ന് തന്നെയാണ് ആ പുസ്തകത്തിന്റെ പേര്. അത് മലയാളത്തിലും ഇംഗ്ലീഷിലും എഴുതി പ്രസിദ്ധീകരിച്ചു. ഇതാണ് ലേഖനങ്ങൾ ഇപ്പോഴും എഴുതിക്കൊണ്ടിരിക്കുന്നു സമയം കിട്ടുമ്പോഴൊക്കെ. കാരണം പലരും പറയും സമയമില്ല. 24 മണിക്കൂർ ദൈവം തന്നിട്ടുണ്ട്. എനിക്ക് സമയമുണ്ട്. ഞാൻ സമയം ഉണ്ടാക്കും. ഞാൻ ഒരു പക്ഷെ ഞാൻ ഇന്നും വെളുപ്പിന് 5 മണിക്ക് എഴുന്നേക്കും. എനിക്ക് അങ്ങനെ ചാടി എഴുന്നേക്കേണ്ട ആവശ്യമില്ല. 5 മണിക്ക് എഴുന്നേറ്റ് ഞാൻ വചനവുമായിട്ട് ഇരിക്കും. എനിക്ക് 3-4 ഡിവോഷണൽ ബുക്കുണ്ട്. അത് വായിച്ച് ജേണൽ എഴുതും. അങ്ങനെ എനിക്ക് കിട്ടുന്ന ഇപ്പൊ തന്നെ ഇന്നലെ തിരുവല്ലാമല കമ്മീഷനിൽ നിന്ന് എനിക്ക് അവര് പറഞ്ഞു അവർക്കൊരു ലേഖനം വേണം. എൻ്റെ അനുഭവങ്ങൾ എഴുതി ടൈപ്പ് ചെയ്ത് എനിക്ക് അതിനുള്ള സൗകര്യങ്ങളൊക്കെ കർത്താവ് തന്നിട്ടുണ്ട്. ഇന്നും കർത്താവിന് വേണ്ടി എൻ്റെ സമയം മാറ്റിവെക്കുകയാണ് ഞാൻ ചെയ്യുന്നത്. മിക്കവാറും സമയം വേദപുസ്തകം വായിക്കുന്നതിനെ കുറിച്ച് ഞാനൊന്ന് പറയാം. ഉൽപ്പത്തി തുടങ്ങിയ വെളിപ്പാട് വരെ വായിക്കുന്ന, റെഗുലറായിട്ട് വായിക്കുന്ന 100 ടൈംസ് ഒക്കെ ആയി കഴിഞ്ഞാണ്. പക്ഷെ അമേരിക്ക വന്നതിന് ശേഷം ഞാൻ എണ്ണാൻ തുടങ്ങി. 75 പ്രാവശ്യമായി. 100 ആക്കണമെന്നാണ് എൻ്റെ ആഗ്രഹം. ഞാൻ ഇപ്പോഴും അത് കണ്ടിന്യൂ ചെയ്യുന്നു. വേദപുസ്തകം ഉൽപ്പത്തി തുടങ്ങിയ വെളിപ്പാട് കണ്ടിന്യൂസ് ആയിട്ട് വായിക്കുക. ഇപ്പൊ ചിലപ്പോ മക്കൾ പറഞ്ഞാൽ മമ്മി ഈ വാക്യം എവിടെയാ, ഈ വാക്യം എവിടെയാന്ന് ചോദിക്കുമ്പോ എനിക്കറിയാം. അത് ഞാൻ എനിക്ക് തൊട്ട് കാണിക്കാൻ അറിയാം. അതുപോലെ വചനത്തെ ആഹാരമായി ഭക്ഷിക്കുന്ന ഒരു അനുഭവം. രമ്യാവ് പറഞ്ഞതുപോലെ ഞാൻ ദൈവത്തിന്റെ വചനത്തെ കണ്ടെത്തി ഭക്ഷിച്ചിരിക്കുന്നു. എൻ്റെ ആഹാരം അതാണ്. അത് എൻ്റെ ഒരു അനുഭവമാണ്. സ്തോത്രം. കർത്താവിന് സകല മഹത്വവും കൊടുത്തിട്ടുണ്ട്. ഒരു ബിഗ് സല്യൂട്ട് ഞങ്ങൾ അമ്മക്ക് തരികയാണ്. ദൈവത്തിന്റെ മഹത്വം കർത്താവിന് സകല മഹത്വവും നൽകിയിട്ടുണ്ട്. കാരണം എൻ്റെ മകൾ മരിച്ചപ്പോൾ, എൻ്റെ മകൾക്ക് 26 വയസ്സാണ്. മരിച്ചപ്പോൾ ഞാൻ വളരെ കരഞ്ഞു കർത്താവിനോട് ചോദിച്ചു, കർത്താവെ എന്തിനാണ് അവളെ എടുക്കുന്നത്, എന്നെ അങ്ങ് എടുക്കരുതോ? കർത്താവ് പറഞ്ഞു, വ്യക്തമായിട്ട് പറഞ്ഞു, അവളെ ഏൽപ്പിച്ച പണി അവൾ തീർത്തു. അവൾ അതുപോലെ കർത്താവിന് വേണ്ടി പ്രവർത്തിച്ച് അവൾ 26 വയസ്സിൽ അവൾ ചെയ്യാവുന്ന ഒരുപാട് കാര്യങ്ങൾ ചെയ്തു. നല്ലൊരു വിശ്വാസിയായി. അവളുടെ വിശ്വാസം അവളുടെ പുസ്തകം വായിച്ചവർക്കറിയാം. എനിവേ, ക്യാൻസർ വന്നിട്ടും അവള് പറഞ്ഞില്ല. അവള് പറഞ്ഞ് ബ്ലസ് ദ ലോർഡ് ഓ എന്താ ബ്ലസ് അതിന്റെ മലയാളത്തില് ഉണ്ടല്ലേ 103 സങ്കീർത്തന്റെ 1-ാം വാക്യം, ബ്ലസ് ദ ലോർഡ് ഓ മൈ സോൾ, ബ്ലസ് ദ ലോർഡ് ഓൾ ദാറ്റ് ഈസ് വിത്തിൻ മീ ഇൻക്ലൂഡിങ് ക്യാൻസർ സെൽസ്, യു ബ്ലസ് ദ ലോർഡ് എന്നാണ് അവൾ പറഞ്ഞത്. അവള് പറഞ്ഞു, മമ്മി ഇതൊരു ക്യാൻസർ, അത് ഹീലാകാൻ പ്രാർത്ഥിക്കേണ്ട, ഇതിൽ കൂടെ കടന്നു പോകാൻ പ്രാർത്ഥിച്ചവന് ആരുടെയും ലോങ് ഫേസ് ഇവിടെ കാണരുത്. അവള് കീമോ എടുത്ത് വേദനിച്ച് കരയുമ്പോഴും അവൾ സ്തോത്രം ചെയ്തു. ഞങ്ങളുടെ മുഖത്തോട്ട് ഒരിക്കൽ എൻ്റെ കണ്ണിന് മമ്മി യു ഡോണ്ട് ഹാവ് ഫെയ്ത്ത് എന്ന് പറഞ്ഞു. അത്ര വിശ്വാസമായിരുന്നു. അപ്പൊ കർത്താവ് എന്നോട് പറഞ്ഞത്, നിന്നെ ഏൽപ്പിച്ച ജോലി തീരുമ്പോൾ ഞാൻ നിന്നെ വിളിക്കാം. 84 വയസ്സ് കഴിഞ്ഞു. ഫെബ്രുവരി 3-ാം തീയതി എൻ്റെ 54 കഴിഞ്ഞു. എൻ്റെ വേല തീർത്തിട്ടില്ല. അതുകൊണ്ടാണ് കർത്താവ് എന്നെ വിളിക്കാത്തത്. എന്നെ വിളിക്കുന്നത് വരെ, ഇന്നാണ് കർത്താവ് എന്നെ ഐ ആം റെഡി. എനിക്ക് എന്നെ ഏൽപ്പിച്ച വേല ഞാൻ തീർക്കും. കർത്താവിന് മുഖ്യ സ്ഥാനം കൊടുക്കുക. അതാണ് എൻ്റെ ജീവിതത്തിന്റെ എന്താ പറയുന്നത്, പ്രിൻസിപ്പിൾ. ഓക്കെ മാമ, ഞാന് ശബരാജ്യം പറഞ്ഞ പോലെ, സലമനോട് പറഞ്ഞ പോലെ ഇത്രയൊന്നും ഞങ്ങൾ പ്രതീക്ഷിച്ചില്ലായിരുന്നു.
സത്യത്തില്. സ്തോത്രം. പക്ഷെ കർത്താവ് ഇത്രയും കാര്യങ്ങളെ ക്രമീകരിച്ച കർത്താവിന് സകല മഹത്വവും നൽകുന്നു. 2 ക്വസ്റ്റ്യൻസ് ഉണ്ടായിരുന്നു. പക്ഷെ ആ 2 ക്വസ്റ്റ്യൻസും പറഞ്ഞോ, ചോദിച്ചോ. അമ്മമ്മ പറഞ്ഞു തീർന്നു. ഓ. ജീവിതത്തിലെ ദുഃഖത്തിന്റെ അനുഭവത്തിലൂടെ കടന്നു പോയത് അത് നമ്മളിപ്പോൾ കേട്ടു. പിന്നെ വിവാഹമോചനം പെരുകുന്ന ഈ കാലഘട്ടത്തില് സഹോദരിമാരോടുള്ള സന്ദേശം എന്താണെന്ന് ഒരു ക്വസ്റ്റ്യൻ ഉണ്ടായിരുന്നു അവസാനം. പക്ഷെ അത് അമ്മമ്മ ആദ്യം തന്നെ പറഞ്ഞു. അതിന്റെ ഇമ്പോർട്ടൻസ് വളരെ വ്യക്തമായിട്ട്. ഇനി ഇന്നുള്ള കുഞ്ഞുങ്ങള് ഒന്ന് പറഞ്ഞു, രണ്ടാമത്തേതിന് അവര് പെട്ടിയും പ്രമാണവും എടുത്ത് പോരുന്ന അനുഭവം എനിക്കുമുണ്ട്. കുഞ്ഞ് നമ്മളുടെ കുഞ്ഞുങ്ങളാരും അങ്ങനെ പോകാൻ ഇടയാകാതിരിക്കട്ടെ. നമുക്കതിനായിട്ട് സർവ്വശക്തനോട് പ്രാർത്ഥിക്കാം. നമ്മളുടെ സമയവും ഇവിടെ തിരികെയാണ്. ഞാന് ഒരു കാര്യവും കൂടെ പറഞ്ഞ് ഞാൻ എന്റെ ഭാഗത്ത് നിന്ന് വിഡ്രോ ചെയ്യുകയാണ്. പ്രത്യേകിച്ച് ഞാൻ അബ്രാഹാമിന്റെയും ഇസഹാക്കിന്റെയും യാക്കോബിന്റെയും ദൈവം എന്ന് പറയുവാൻ ലജ്ജിക്കുന്നില്ല എന്ന് കർത്താവ് പറഞ്ഞു. അതുപോലെ കർത്താവ് നമ്മളുടെ ഓരോരുത്തരുടെയും പേര് കൂട്ടിച്ചേർക്കാൻ ഇടയാകട്ടെ. ഞാൻ അബ്രാഹാമിന്റെയും ഇസഹാക്കിന്റെയും യാക്കോബിന്റെയും എൽസി ബേബിയുടെയും ദൈവം എന്ന് പറയാനായിട്ട് ലജ്ജിക്കുന്നില്ല എന്ന് നമുക്ക് അനുഭവത്തിലൂടെ നമുക്ക് കേൾക്കാനായിട്ട് കഴിഞ്ഞു. അതുപോലെ നമ്മളുടെ ഓരോരുത്തരുടെയും ജീവിതത്തില് കർത്താവ് അങ്ങനെ പറയുവാനായിട്ട് നമ്മളെ ഇടയാക്കട്ടെ. ഈ പഴയ വഴിയിൽ ചെന്ന് നല്ല വഴി ഏതെന്ന് ചോദിച്ച് നമുക്ക് പഠിക്കുവാന് ഇങ്ങനെ ഒരു അവസരം ദൈവം തന്നതോർത്ത് ഞാൻ ദൈവത്തിന്റെ സകല മഹത്വവും അർപ്പിക്കുന്നു. നമ്മളുടെ സമയം ഇവിടെ തീർന്നു. എങ്കിലും അമ്മാമ്മയ്ക്ക് 5 മിനിറ്റെങ്കിലും വളരെ ഷോർട്ടാക്കി സഹോദരിമാരോട് പറയാനുണ്ടെങ്കിൽ ഒന്ന് പറയാൻ ദൈവം ഇടയാകട്ടെ. ഞങ്ങൾക്ക് അതോർത്തിരിക്കുന്നു. ദൈവനാമത്തിൽ മാത്രം മഹത്വം ഉണ്ടാകട്ടെ. ഈ ഒരു അവസരം തന്ന ആത്മമിത്രം ബ്രദർ ആൻഡ് ഡോക്ടർ മീഡിയയോടുള്ള ഞങ്ങളുടെ ഹൃദയത്തിന്റെ സന്തോഷവും നന്ദിയും സ്നേഹവും പ്രാർത്ഥനയും അറിയിക്കുന്നു. ഓക്കെ, എന്റെ നന്ദി അറിയിക്കുന്ന പെട്ടെന്ന് ഒരു കുടുംബം യാക്കോബിന്റെ കുടുംബത്തില് യാക്കോബ് പദ്ദനരാമിൽ ചെന്നിട്ട് റാഹേലിനെ കണ്ടു. സുന്ദരിയാണെന്ന് കണ്ടിട്ട് 2 പെൺമക്കള് ഒരു വീട്ടില് 2 പെൺമക്കൾ, 2 കല്യാണം. ഒന്ന് അറേഞ്ച് മാരേജ്, ഒന്ന് ലവ് മാരേജ്. നിങ്ങളത് ഉൽപ്പത്തി പുസ്തകം 29-ാം അധ്യായം വായിച്ചാൽ അത് മനസ്സിലാകും. ഒന്ന് അറേഞ്ച് മാരേജ്. ലേയയ്ക്ക് സുന്ദരി അല്ലായിരുന്നു. അവളെ കെട്ടിക്കാൻ വഴിയില്ല എന്ന് പറഞ്ഞ് ലാബാൻ നിൽക്കുന്ന സമയത്താണ് യാക്കോബ് അവിടെ ചെല്ലുന്നത്. യാക്കോബ് റാഹേലിനെ പ്രേമിക്കുന്നത്. എന്നാൽ എന്ത് ചെയ്തു? ആദ്യം ലേയയെ കൊടുത്തു അല്ലെ? കല്യാണമൊക്കെ അറേഞ്ച് ചെയ്ത് ആദ്യം കൊണ്ടുപോയി ലേയ പറ്റിച്ചു യാക്കോബിനെ. പക്ഷെ ദൈവത്തിന്റെ വഴിയായിരുന്നു. ലേയ അതൊരു അറേഞ്ച് മാരേജ് ആയിരുന്നു അല്ലെ? അത് കഴിഞ്ഞിട്ട് യാക്കോബ് പിന്നെയും 7 വർഷം സേവ ചെയ്ത റാഹേലിന് വേണ്ടി ഈ 2 കല്യാണം ഒരു വീട്ടില് ഒരാള്. ഒന്ന് അറേഞ്ച് മാരേജ്, ഒന്ന് ലവ് മാരേജ്. അതിനെക്കുറിച്ചാണ് പറയാൻ ആഗ്രഹം. ഈ അറേഞ്ച് മാരേജ് ലേയ എന്ത് ദുഃഖം അനുഭവിച്ചു. അവളെ സ്നേഹിച്ചില്ല. അവൾക്ക് പ്രത്യക്ഷമായിട്ട് അറിയാമായിരുന്നു യാക്കോബ് റാഹേലിനെയാണ് സ്നേഹിച്ചത്. കാരണം അവള് സുന്ദരി ആയതുകൊണ്ട്, ഈ ലൗകിക സൗന്ദര്യം കണ്ടുകൊണ്ട്. എന്നാൽ റാഹേലിന്റെ ജീവിതത്തിൽ എന്താണ് സംഭവിച്ചത്? ലേയയുടെ ജീവിതത്തിൽ ദൈവം എന്താണ് ചെയ്തത്? ലേയെ ദൈവം പ്രസാദിച്ചു. അവളുടെ ഗർഭം തുറന്നു. അവൾക്ക് മക്കളെ കൊടുത്തു. ആദ്യത്തെ അതിന്റെ 31 വാക്യങ്ങൾ വായിച്ചാൽ യഹോവന്റെ സങ്കടം കണ്ടു. യഹോവ ഓരോരുത്തരും ഉണ്ടാകുമ്പോൾ ആദ്യത്തെ മക്കൾ ഉണ്ടായപ്പോഴൊക്കെ അവൾ ഓരോന്നും പറഞ്ഞ അവസാനം ലേയ 35-ാം വാക്യത്തില് ഗർഭം ധരിച്ച അവന് യഹോവ എന്നെ സ്തുതിക്കുമെന്ന് പറഞ്ഞ് അതുകൊണ്ട് അവന് യഹൂദ എന്ന് പേരിട്ടു അല്ലെ? രൂബേൻ, ശിമയോൻ, ലേവി, യഹൂദ 4 മക്കളെ കൊടുത്തു. ആ സമയത്ത് റാഹേലിന് മക്കളെ കൊടുത്തില്ല. മച്ചിയായിപ്പോയി. അത് മാത്രമല്ല, ഈ ലേയക്ക് കിട്ടിയ അനുഗ്രഹം, ലേയ വളരെ ദുഃഖിച്ചു. അവക്ക് അല്പം യാക്കോബിന്റെ സ്നേഹമാണ് അവൾ ആഗ്രഹിച്ചത്. യാക്കോബ് അത് കൊടുത്തില്ല. എന്നാൽ റാഹേലിനെ സ്നേഹിച്ചു. അവൾക്ക് പിന്നെ മക്കളില്ലാതെ വന്നു. അവള് അസൂയപ്പെട്ടു. അവള് കരയുന്നു. അവസാനം അവള് വഴിയിൽ വെച്ച് മരിച്ചു പോകുന്നു. ലേയ എവിടെയാ? 49 ഉൽപ്പത്തി 48 വരുമ്പോ യാക്കോബ് പറയുന്ന ഒരു വാക്കുണ്ട്, ഞാൻ അവിടെ
ലേയെയും ഞാൻ അടക്കം ചെയ്തു. ലേയ അത് മാത്രമല്ല, യഹൂദ അബ്രഹാമിനോട് ചെയ്ത വാഗ്ദത്തം, നിന്റെ സന്തതി, ആ സന്തതി, ആ സീഡ് ഓഫ് ദ തിങ്, അതാരാണ്? യഹൂദയിൽ നിന്ന് ആരുണ്ടായി? കർത്താവായ യേശു ക്രിസ്തു. അവളുടെ ആ കർത്താവായ യേശു ക്രിസ്തുവിന്റെ വലിയമ്മ ആകാനുള്ള ഭാഗ്യം ലേയ്ക്ക് ലഭിച്ചു. ഞാൻ പറഞ്ഞത്, ഞാൻ അറേഞ്ച് മാരേജും ലവ് മാരേജും തെറ്റാണെന്ന് ഞാൻ പറയുന്നില്ല. ഏത് മാരേജ് ആയാലും വിവാഹം ദൈവം കൂട്ടിച്ചേർക്കുന്നതാണ്. ലേയ ദൈവം കൂട്ടി, അവള് നിന്ന സഹിച്ചു, പക്ഷെ ദൈവം അവളെ അനുഗ്രഹിച്ചു. റാഹേൽ സുന്ദരിയായിരുന്നു, ആ ലവ് മാരേജ് ആയിരുന്നു. എന്ത് സംഭവിച്ചു? അവൾ എന്തുമാത്രം പീഡ അനുഭവിച്ചു. യോസേപ്പിനെ ദൈവം അനുഗ്രഹിച്ചു, അതൊക്കെ നല്ല കാര്യം തന്നെ. എന്നാലും നമ്മുടെ വിവാഹ ജീവിതം നമുക്ക് എപ്പോഴും ദൈവമാണ് കൂട്ടിച്ചേർത്തതെങ്കിൽ ദൈവം അത് അന്ത്യം വരെ കാത്തുള്ളൂ. അത് സഹോദരിമാർ ഓർത്തോളണം. കാരണം അറേഞ്ച് മാരേജ് ആയാലും ഇപ്പൊ ലവ് മാരേജ് ആണല്ലോ നടക്കുന്നത്, അതിനെ കുറ്റം പറയാൻ ഒക്കില്ല. പക്ഷെ ആ കല്യാണ സമയത്തുള്ള ഉഭയസമ്മതം എന്ന് പറയുന്നത് ദൈവസന്നിധിയിൽ നമ്മൾ എടുക്കുന്ന ഉഭയസമ്മതമാണ്. പിന്നീട് പറഞ്ഞ ദൈവം കൂട്ടി യോജിപ്പിച്ചതിനെ മനുഷ്യൻ വേർതിരിക്കരുത്. മനുഷ്യൻ എന്ന് പറഞ്ഞാൽ ഞാൻ വേർതിരിക്കാൻ പാടില്ല, ഒരു മനുഷ്യനും വേർതിരിക്കാൻ പാടില്ല. ദൈവം കൂട്ടിച്ചേർത്തോ, അത് അനുഗ്രഹമായി തീരും. കാരണം ദോഷങ്ങളും ഒക്കെ ഉണ്ടാകാമായിരിക്കാം, ദുഃഖം ഉണ്ടാകാമായിരിക്കാം. അവിടെയൊക്കെ പിടിച്ച് നിന്നാലുണ്ടല്ലോ അന്ത്യ അനുഗ്രഹമായി തീരും. ദൈവം അനുഗ്രഹിക്കുന്നവനാണ്. ദൈവം ഒരിക്കലും ഒരു തെറ്റ് ചെയ്യുന്നവനല്ല. ദൈവം നാം മഹത്വപ്പെടുമാറാകട്ടെ.